بسم الله والحمد لله والصلاة والسلام على سيدنا وحبيبنا محمد صلى الله عليه وسلم. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله إلى كافة الخلق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الجود والكرم. ख्वाजा मुईन الدين ने पत्थर से जब सदा حي على الصلاة حي على الفلاح. സർവാദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, രക്ഷിതാക്കൾ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു അമ്മ നവാലുഹു വതആല ഫീ ഉലാഹു നമ്മുടെ ഈ സദസ്സും സംഘാടനവും സംഭാഷണവും എല്ലാം നമ്മിൽ നിന്ന് ഔദാര്യമായി സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ അല്ലാഹു തആല പുറത്തു നൽകുകയും ഇനി അങ്ങോട്ട് നല്ല ഒരു ജീവിതത്തിനുള്ള സൗഭാഗ്യം അവൻ തന്നെ ഔദാര്യം ചെയ്തു തരികയും ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഒരുപാട് സന്തോഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സാണ്. ഒരുപാട് പ്രതീക്ഷകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പരിപാടിയാണ്. നിരവധി ഓർമ്മകൾ ഹൃദയത്തിലേക്ക് വരുന്ന ഒരു മുഹൂർത്തവും കൂടിയാണ്. അനുഗ്രഹീതമായ റജബ് മാസത്തിലാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഭാഷണം തുടങ്ങിയപ്പോൾ അയ്യു യൗമിക്കും ഹാദാ അയ്യു ബലദിക്കും ഹാദാ, ഈ നാട് ഏതാണെന്നറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ നല്ല നാട്ടിൽ വെച്ചുകൊണ്ടൊരു കാര്യം പറഞ്ഞാൽ പ്രാധാന്യമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നല്ല സ്ഥലത്ത് വെച്ചുകൊണ്ടൊരു കാര്യം പറഞ്ഞാൽ അതിന് പ്രാധാന്യമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നല്ല മാസത്തിലും നല്ല സമയത്തുമാണെങ്കിൽ അതിനെല്ലാം മഹത്വങ്ങളുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അങ്ങനെ വരുമ്പോൾ പവിത്രമായ റജബുൻ ഷഹറുല്ലാഹ്, അള്ളാഹുവിലേക്ക് ചേർക്കപ്പെടുന്ന, ലോകത്ത് ചേർക്കപ്പെടുന്നതിൽ ഏറ്റവും വലിയ മഹത്വമുള്ള അള്ളാഹുവിലേക്ക് ചേർക്കപ്പെടുന്ന പവിത്ര മാസത്തിലാണ് നാം ഉള്ളത്.
അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ പ്രധാനിയും കോടിക്കണക്കിന് ആളുകളുടെ ഹിദായത്തിൻ്റെ കാരണമായി അള്ളാഹു നിശ്ചയിച്ച മഹൽ വ്യക്തിയുമായ ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി അസ്സഞ്ചരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളെ ഓർക്കുന്ന സമയമാണ്. ഈ അങ്കണത്തിലും ഈ പ്രദേശത്തും വരുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിലേക്ക് ഈ പ്രദേശത്തെ വിലാസപ്പെടുത്തിയത് നമ്മുടെ എല്ലാവരുടെയും എല്ലാമായ ശൈഖുനാ താജുശ്ശരീഅ റഹിമഹുല്ലാഹ് മഹാനവറുകളാണ്. ബഹുമാനപ്പെട്ടവരുടെ കർമ്മഭൂമിയും അവിടുത്തെ വീടും അന്ത്യവിശ്രമവും എല്ലാം അവിടുത്തെ ബൈത്തും മിമ്പറും മിഹ്റാബും ഖബറു ശരീഫും എല്ലാം ഉള്ള ഒരു പ്രദേശം. ഇടയ്ക്ക് കൂടി എൻ്റെ ഓർമ്മ ഈ പന്തലിൻ്റെ കാലുകൾ ഇവിടെ നിൽക്കുമ്പോൾ ഉസ്താദ് അവറുകളുടെ അവസാനത്തെ യാത്ര ആളുകൾ നിരന്നു നിന്ന് നിസ്കരിക്കാൻ വേണ്ടി ഒത്തുകൂടിയപ്പോൾ ആ തിരുശരീരം വെച്ചിരുന്ന പ്രദേശത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നു എന്നത് ഒരല്പസമയം ഓർമ്മ അങ്ങോട്ട് കൊണ്ടുപോയി. റഫഅ അല്ലാഹു ദറജതഹു വനഫഅനാ ബിഉലൂമിഹി. പെട്ടെന്ന് ആലോചിച്ചു പോയി. ഈ ഒരു ഭാഗത്തേക്ക് ഒരുപാട് പ്രാവശ്യം ഈ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്, പല പ്രാവശ്യം ഈ അങ്കണത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഈ കാണുന്ന ചെറിയ ഒരു സ്ഥലത്തേക്ക് കാര്യമായി വന്നു നിന്ന ഒരു സമയം ഉസ്താദ് അവറുകളുടെ തിരുശരീരം കിടന്ന സമയമാണ്. അള്ളാഹു അവിടുത്തെ പൊരുത്തം നമുക്ക് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അജ്മീർ ഖാജ തങ്ങളെക്കുറിച്ച് കൂടുതലായ വിവരങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ബഹുമാനപ്പെട്ടവരുടെ ഏറ്റവും വലിയ വിലാസം അതാഉർ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുദാനം എന്നാണ്. ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ ഇറാനിൽ ജനിച്ച് അവിടുത്തെ ഗുരുവര്യരായ ഉസ്മാൻ ഹാറൂനി തങ്ങളോടൊപ്പം ആത്മീയ ശിക്ഷണത്തിൽ കഴിയുമ്പോൾ പവിത്രമായ മദീനയിൽ ചെന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിലെത്തിയപ്പോൾ ഉസ്താദ് അവറുകൾക്ക് ഖാദിമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നൊരു സമ്മാനം വാങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ചു. മഹാനായ ഉസ്മാൻ ഹാറൂനി തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിരുസന്നിധിയിൽ വെച്ചുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശുപാർശ ചെയ്തു, എന്നെ അനുസരിച്ചുകൊണ്ട് എനിക്ക് സേവനം ചെയ്തുകൊണ്ട് നടക്കുന്ന എൻ്റെ ഖാദിമനായ എൻ്റെ ശിഷ്യനായ മുഈനുദ്ദീനിന് അവിടുന്ന് പൊരുത്തം നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള ഇർഷാദ് കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തേക്ക് ദാഇയായി എത്തി ബഹുമാനപ്പെട്ടവർ. ചില ആളുകൾ അങ്ങനെയാണ്, പൊരുത്തം കൊണ്ട് ഉസ്താദുമാരുടെ പ്രീതി കൊണ്ട്
ഉസ്താദുമാർ ചെയ്യാത്ത പുതിയ ലോകത്തേക്ക് വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ ശിഷ്യന്മാർക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. മഹാനായ മമ്മിക്കുട്ടി ഖാദി അവരുടെ അടുക്കലേക്ക് പോയി. ആരാണ്? ബഹുമാനപ്പെട്ട ഉമറുൽ ബിലങ്കൂത്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ബഹുമാനപ്പെട്ടവർ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ഖാദിരിയ തരീഖത്തിൽ ഒരു സമ്മതം, ഒരു ഇജാസ, ഒരു സ്വീകാര്യത തരണം. മുതഅല്ലിമുകളായ ആളുകൾക്ക് ആലോചിക്കാൻ വേണ്ടി കൂടിയാണ് ഞാനിത് ചേർത്ത് പറയുന്നത്. ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി തങ്ങളെയും ഓർക്കുകയും പറയുകയും ചെയ്യുന്ന മാസമാണിത്. കാരണം അവിടുത്തെ സ്വല്ലൽ ഇലാഹു എന്ന കവിത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്റാ മിഅ്റാജിനെ മുഖ്യ പ്രമേയമാക്കിയിട്ട് രചിച്ചതാണ്. ബഹുമാനപ്പെട്ടവര് പൊന്നാനി പള്ളിയിൽ ചെന്ന് അന്നത്തെ വലിയ ഗുരുവര്യരായിരുന്ന മമ്മിക്കുട്ടി ഖാദി അവറുകളോട് പറഞ്ഞു, എനിക്ക് ഖാദിരിയ തരീഖത്തിലേക്ക് എന്നെ ഒന്ന് ചേർത്തു തരണം. ഇശാ കഴിഞ്ഞപ്പോൾ ശിഷ്യനോട് ഉമറുൽ ഖാദി തങ്ങളോട് മമ്മിക്കുട്ടി ഖാദി അവറുകൾ കൂടെ വരാൻ പറഞ്ഞു. വീട്ടിലേക്ക് പോയി. മമ്മിക്കുട്ടി ഖാദി അവറുകൾ വീട്ടിൽ ചെന്ന് വീടിൻ്റെ ഉള്ളിലേക്ക് കതക് തുറന്ന് കയറി ഉമർ ഖാദി തങ്ങളോട് നിൽക്കാനോ പോകാനോ ഇരിക്കാനോ കടന്നു വരാനോ പറഞ്ഞില്ല. ഇശാ കഴിഞ്ഞിട്ട് പൊന്നാനി പള്ളിയിൽ നിന്ന് പോയതാണ്. ഉമർ ഖാദി തങ്ങൾ അവിടെ തന്നെ നിന്നു. ഉസ്താദ് അവറുകൾ വീട്ടിൽ കയറി കതകടച്ചു. ഉമർ ഖാദി തങ്ങൾ ആ കവാടത്തിൽ കാത്തുനിന്നു. തഹജ്ജുദിന്റെ സമയത്താണ് മമ്മിക്കുട്ടി ഖാദി അവറുകൾ എഴുന്നേറ്റ് വരുന്നത്. വാതിൽ തുറന്നു നോക്കുമ്പോൾ ഉമർ ബിൻ അഹ്മദ് അവിടെയുണ്ട്. ഉമറുൽ ഖാദി എന്നറിയപ്പെട്ട മഹാൻ. ചോദിച്ചു, എന്തേ ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഉസ്താദ് അവറുകൾ ഒന്നും എന്നോട് പറഞ്ഞില്ലല്ലോ, പോകാൻ പറഞ്ഞില്ല, വീട്ടിലേക്ക് കയറാനും പറഞ്ഞില്ല, അവിടുത്തെ ഒരു മറുപടി കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. എന്നാൽ നമുക്ക് പള്ളിയിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി ഖാദി അവറുകൾ നടന്നുപോയി. അന്ന് സുബഹി കഴിഞ്ഞപ്പോൾ ഉമർ എന്നവരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഖാദിരിയ ത്വരീഖത്തിന് യോഗ്യനാണ്, നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ഖിലാഫത്ത് നൽകുകയാണ്, നിങ്ങളെ ഞാൻ സ്വീകരിക്കുകയാണ്. ഒരാത്മീയ ഗുരുവിൻ്റെ പരീക്ഷയിൽ വിജയിച്ചു ഖാദി അവറുകൾ. ആ ഉമറുൽ ഖാദി തങ്ങളെന്ന മുരീദ്, ആ ഉമറുൽ ഖാദി തങ്ങളെന്ന ശിഷ്യൻ മമ്മിക്കുട്ടി ഖാദി അവരുടെ പൊരുത്തത്താൽ ബഹുമാനപ്പെട്ടവരെക്കാൾ വലിയ ലോകത്തേക്ക് അവിടുത്തെ രചനകളെത്തി, അവിടുത്തെ രസനകളെത്തി, അവിടുത്തെ വർത്തമാനങ്ങളെത്തി, കവിതകളെത്തി, പ്രവർത്തനങ്ങളെത്തി, വിപ്ലവങ്ങളെത്തി. വലിയ നേതാവായി, ലോകത്തറിയപ്പെടുന്ന വലിയ ആശിഖായി, മുഹിബ്ബായി, രചയിതാവായി, കവിയായി, ഗ്രന്ഥകർത്താവായി എല്ലാമായി മാറി. ആ ഒരു ഗുരുവിൻ്റെ പൊരുത്തമായിരുന്നു ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്നത്. മുതഅല്ലിമുകളായ നമുക്കും ആകെ പ്രതീക്ഷയുള്ളത് നമ്മുടെ ഗുരുവര്യന്മാരുടെ ആത്മീയമായ സമ്മതങ്ങളാവണം. അതിനനുസരിച്ചുള്ള വിധേയത്വം നമുക്കുണ്ടാവണം. ഉസ്താദുമാരോടുള്ള ആത്മീയ ബന്ധങ്ങളും ബഹുമാനങ്ങളും അത്രമേൽ പ്രാധാന്യമുള്ളതാണ്. ഉസ്മാൻ ഹാറൂനി തങ്ങൾ ശിഷ്യനായ ഖാജ മുഈനുദ്ദീൻ
റളിയല്ലാഹു അൻഹുവിന് വേണ്ടി മദീനയിൽ നിന്ന് ശുപാർശ ചെയ്തു. അങ്ങനെയാണ് അത്വാഉർ റസൂൽ അതാ ഇന്ത്യയിലേക്ക് വരികയാണ്. മദീനയിൽ നിന്ന് ബഗ്ദാദ് വഴി ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളിൽ നിന്ന് ആത്മീയമായ പ്രഭാവങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അജ്മീർ മലയുടെ മുകളിൽ വന്നിരുന്നു. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ അവിടെ ഒരു വലിയ പ്രഭാഷണം നടത്തിയതല്ല, അവിടെ ഒരു മുഖാമുഖം സംഘടിപ്പിച്ചതല്ല, അവിടെ വലിയൊരു കോൺഫറൻസ് നടത്തിയതല്ല. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ വന്ന് അജ്മീറിൽ ഒരു പൊത്തിൽ അല്ലെങ്കിൽ ഒരു മലയുടെ മുകളിൽ കയറി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് കഴിഞ്ഞുകൂടുകയാണ്. ആ ഒരു ജീവിതമാണ് ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ഇങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് രാജ്യങ്ങളിലെ കോടിക്കണക്കിന് ആളുകളുടെ ഹിദായത്തിന്റെ കാരണമായി മാറിയത്. ഖാജാ മുഈനുദ്ദീനുൽ ചിശ്തി തങ്ങളുടെ മൗനം നിറഞ്ഞ അല്ലെങ്കിൽ ആശയ ഗാംഭീര്യമുള്ള നിശബ്ദമായ ഒരു ഇബാദത്തിന്റെ ജീവിതമാണ്. നിങ്ങൾ ആലോചിക്കണം, ഈ ലോകത്ത് ഇസ്ലാമിക ദഅവത്ത് നടത്തിയത്, ഈ ലോകത്തെ കോടാനകോടി ആളുകളിലേക്ക് ഈമാനിന്റെ വെളിച്ചമെത്തിച്ചത് സർവമത സംവാദ വേദികളിലൂടെയല്ല, ഏതെങ്കിലും ഇന്റർഫെയ്ത്ത് ഡയലോഗിലൂടെയല്ല. കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത് മഹാന്മാരായ ഔലിയാക്കളുടെ ജീവിതം കൊണ്ടാണ്, സ്വാലിഹീങ്ങളുടെ സാന്നിധ്യമാണ്. ചില ആളുകൾ പറയും, അതാ ഇന്നയാളെ കണ്ടില്ലേ, അയാൾ ഇംഗ്ലീഷിൽ സംവാദം നടത്തുന്നു, ഒരുപാട് ബഹുമത സമൂഹങ്ങളെ അഭിമുഖീകരിക്കുന്നു, അദ്ദേഹത്തിന്റെ സംവാദത്തിലൂടെ എത്ര ആളുകളാണ് ഇസ്ലാമിലേക്ക് വന്നത് എന്ന്. നമ്മൾ അറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്, സൂഫിയാക്കളുടെ ജീവിതം കൊണ്ട് ഇസ്ലാമിലേക്ക് വന്നതുപോലെ ഒരു സംവാദകന്റെയും സംവാദം കൊണ്ട് ഇസ്ലാമിലേക്ക് ആളുകൾ വന്നിട്ടില്ല. സംവാദം വേണ്ട എന്നല്ല പറഞ്ഞത്, അത് വേണ്ട ഘട്ടത്തിൽ വേണ്ട അളവിൽ മാത്രം വേണം. അടിസ്ഥാനപരമായി ദഅവത്തിന്റെ കേന്ദ്രം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമാണ്. ഖാജാ തങ്ങൾ അജ്മീറിൽ വന്ന് വലിയ പ്രസംഗം നടത്തിയപ്പോഴെല്ലാ ആളുകൾ ഇസ്ലാമിനെ അന്വേഷിച്ചത്. ഖാജാ മുഈനുദ്ദീനിനെ പത്തർ സജബ് സ്വദാ ഹയ്യ അലസ്സലാത്തി ഹയ്യ അലൽ ഫലാഹ്. ഖാജാ തങ്ങൾ അജ്മീറിൽ വന്ന് ഇബാദത്തിൽ കഴിയുകയാണ്. ഈ ഭൂമിയുടെയും ആകാശത്തിന്റെയും ലോകത്തിന്റെ മുഴുവനും അധിപതിയായ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് കഴിഞ്ഞപ്പോൾ താഴ്വാരത്ത് നിന്ന് വന്ന് കയറി വന്ന ആളുകൾ ഒരു സാത്വികനെ കാണുകയാണ്, ഒരു ഭിക്ഷുവിനെ കാണുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം, മനോഹരമായ ജീവിതം നിരീക്ഷിക്കുകയാണ്. ലളിതമായ ജീവിതം, വെളിച്ചമുള്ള മുഖകമലം, വിനയം നിറഞ്ഞ സമീപനങ്ങൾ. ആ സമീപനത്തിലേക്ക് ചെന്നപ്പോൾ ആളുകൾ ബഹുമാനപ്പെട്ടവരിൽ നിന്ന് വെളിച്ചം പകർന്നെടുക്കുകയാണ്. ഔലിയാക്കളുടെ ജീവിതത്തിലൂടെയാണ് ഇസ്ലാം ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രചരിച്ചത്. അവരുടെ മുമ്പിലേക്ക് അവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങൾ വന്നു. ബഹുമാനപ്പെട്ടവരൊരു സാത്വികനാണെന്നറിഞ്ഞപ്പോൾ അവരുടെ ആവലാദികൾ പറഞ്ഞു. ആ സമയത്ത് ഖാജാ തങ്ങൾ ചോദിച്ചില്ല, നിങ്ങൾ ഏത് മതക്കാരനാണെന്ന്. പുതിയ കാലത്തെ മതസൗഹാർദ്ദത്തിന്റെയും മാനവ മൈത്രിയുടെയും പുതിയ പുതിയ സമവാക്യങ്ങൾ വരുന്ന കാലമാണ്. ഖാജാ തങ്ങളുടെ മുമ്പിലേക്ക് വന്ന ആളുകളോട് നിങ്ങൾ ഏത് മതക്കാരനാണെന്നല്ല, അവരുടെ ആവശ്യം എന്താണ് എന്നായിരുന്നു അന്വേഷിച്ചത്. എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണാൻ ഖാജാ തങ്ങൾക്ക് കഴിഞ്ഞു. ആവലാതിയുമായി വന്ന ഒരുപാട് ആളുകൾ
ബഹുമാനപ്പെട്ടവരുടെ ഒരു വാക്കുകൊണ്ട്, ഒരു നോക്കുകൊണ്ട്, ഒരു ഇടപെടൽ കൊണ്ട്, ഒരു മന്ത്രം കൊണ്ട്, ഒരു അനുഗ്രഹ പ്രാർത്ഥന കൊണ്ട്, ഒരു തലോടൽ കൊണ്ട് വന്നാളുകളുടെ നൊമ്പരങ്ങളെല്ലാം മാറിയപ്പോൾ അവരെല്ലാവരും അന്വേഷിച്ചു, ഈ മഹാനായ മനുഷ്യനിൽ നിറഞ്ഞു നിൽക്കുന്ന മഹത്വം എവിടെ നിന്നാണ്? ഞാനിനി മുതൽ ഈ വലിയ മനുഷ്യന്റെ കൂടെ ജീവിക്കാൻ പോവുകയാണ്. അങ്ങനെയാണ് ഖാജാ തങ്ങളുടെ ജീവിതം കണ്ടുകൊണ്ട് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വരികയാണ്. അവിടെ ലാ ഇക്റാഹ ഫിദ്ദീൻ, ഖാജാ തങ്ങൾ ഒരാളെയും ബലാത്കാരമായി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നില്ല. നീ വാടാ ഇസ്ലാമിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരാളെയും കൊണ്ടുവന്നില്ല. തെളിഞ്ഞ ഒരു ജീവിതം അവിടെ സമർപ്പിച്ചു. ബഹുമാനപ്പെട്ടവരെയും അനുയായികളെയും സംശയത്തോടുകൂടി നോക്കിയ പൃഥ്വിരാജന്റെ സൈന്യം ഏതോ നാട്ടിൽ നിന്ന് വന്ന ഈ ആളുകളെ തുരത്തിക്കളയാമെന്ന് വിചാരിച്ച് ആയുധമെടുത്തുകൊണ്ട് വരുമ്പോൾ ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ ഒരായുധവും കയ്യിലുള്ളത് കൊണ്ട് പ്രതിരോധിക്കാൻ ഒരുങ്ങിയില്ല. ഉടനെ മഹാനവറുകൾ നിന്ന ഒരു സ്ഥലത്തൊരു വൃത്തം വരയ്ക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ സുസ്മേരവദനരായി അവിടെ ഇരുന്നു. ഏതുപോലെയാണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി അറബ് ലോകത്തെ മുഴുവൻ യുവാക്കളും ആയുധമെടുത്ത് വീട് വളഞ്ഞപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മണൽ തരി വാരിയിട്ട് വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. ആ പരിശുദ്ധമായ ഖുർആനിക സൂക്തമോദിയിട്ട് മണൽ തരിയൊന്ന് വിതറിയപ്പോൾ കൊല്ലാൻ വന്നവർക്ക് വിശ്രമം കിട്ടിയെന്നല്ലേ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്നത്. കൊല്ലാൻ വന്നവർക്ക് വിശ്രമം കൊടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ വധിക്കാൻ വന്ന മക്കൾ രാവേറെയായി ഉറക്കൊഴിഞ്ഞു നിൽക്കുകയാണ്. അവരൊന്നും മയങ്ങട്ടെ. അവരൊന്നും മയങ്ങിയപ്പോൾ അനങ്ങാതെ അവരുടെ ഇടയിലൂടെ കടന്നുപോയ ലോകഗുരുവായ തിങ്കൾ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴിയിലൂടെ സഞ്ചരിച്ച ഖാജാ മുഈനുദ്ദീനുൽ ചിശ്തി തങ്ങൾ പൃഥ്വിരാജിന്റെ സൈന്യം വന്നപ്പോൾ ആയുധമെടുത്ത് പ്രതിരോധിക്കാനല്ല ഒരുങ്ങിയത്. അവിടുന്ന് വിശുദ്ധമായ മന്ത്രങ്ങൾ ചൊല്ലിയിട്ടൊരു വൃത്തം വരച്ചപ്പോൾ ഒരു സൈന്യത്തിനും അത് ഭേദിക്കാനായില്ല. അവരാലോചിച്ചു, എന്താണിത്? ഇത്ര സഹിഷ്ണുതയുള്ള ഒരു വ്യക്തി ആരാണ്? ഇത്ര ആത്മധൈര്യമുള്ള ഒരാൾ ആരാണ്? കണ്ടില്ലേ, നമ്മുടെ സൈന്യം മുഴുവനും ഒരുങ്ങിയിറങ്ങിയിട്ടും അവർ ഇളകുന്നില്ല. അവർ അസ്ഹാബുൽ ഹിമമാണ്. അവര് വലിയ ആത്മധൈര്യത്തിന്റെ ആളുകളാണ്. മാത്രമല്ല, അവർ എത്ര വലിയ സഹിഷ്ണുതയുടെ ആളുകളാണ്. അസ്ഹാബുൽ ഹിൽമി വൽ ഹിമ്മ, ഹിമ്മത്തിന്റെയും ഹിൽമിന്റെയും ആളുകളാണ്. അവരോട് വിനയപുരസ്സരം പോയി ചോദിച്ചു, നിങ്ങൾ ആരാണ് എന്ന്. ആ ഖാജാ തങ്ങളുടെ മധുരമൊഴിയിൽ നിന്നാണ്, മധുമന്ത്രത്തിൽ നിന്നാണ് ഇതെത്ര മനോഹരമായ ഒരു ദർശനമാണ് എന്ന് ഇസ്ലാമിനെ അവരറിയുന്നത്. അങ്ങനെ അവിടെയുള്ള ആളുകൾ ലക്ഷങ്ങളല്ല പരകോടികളായി പടർന്നു പന്തലിച്ച ജനസംഖ്യകൾ മുഴുവനും ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം ഖാജാ തങ്ങളുടെ ആത്മീയ ജീവിതമാണ്. ഇത് പുതിയ കാലത്ത് പറയേണ്ട ഏറ്റവും വലിയ പ്രചാരണം. ഇസ്ലാമിനെ സംശയിക്കുന്ന കാലത്ത് അജ്മീറുള്ള ദർഗയ്ക്കെതിരെ ഫാഷിസ്റ്റുകളുടെ സ്റ്റേറ്റ്മെന്റുകൾ വരുന്ന കാലത്ത് നമുക്ക് പറയാനുള്ളത്,
അല്ല അല്ല, എങ്ങനെയായിരുന്നു ഖാജാ മുഈനുദ്ദീൻ അജ്മീറിൽ വന്നു ചേർന്നത്? എവിടെ നിന്നായിരുന്നു? ആര് സ്വീകരിച്ചതായിരുന്നു ഖാജാ തങ്ങളെ? നിങ്ങളുടെ മുൻഗാമികൾ സ്വീകരിച്ചു. മാത്രമല്ല, സുൽത്താനുൽ ഹിന്ദ്, ഡൽഹിയിൽ ആരൊക്കെ ഭരണം മാറിയാലും ഇന്ത്യയുടെ സുൽത്താൻ എന്ന് എക്കാലത്തും വിളിക്കപ്പെടുന്ന മഹാനാരാണ്? അതേ, രാജസ്ഥാനിൽ ഇരുന്നുകൊണ്ട് ഡൽഹി എന്ന ദർബാറിലുള്ള പ്രധാനമന്ത്രിമാരെക്കാൾ, ഭരണാധികാരികളെക്കാൾ കൂടുതൽ കാലം സുൽത്താനുൽ ഹിന്ദ് എന്ന് വിളിക്കപ്പെട്ടയാളാരാണ്? അത് ഖാജാ തങ്ങളാണ്. സുൽത്താനുൽ ഹിന്ദ്, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്ന് ഏറ്റവും കൂടുതൽ വിളിക്കപ്പെട്ടയാൾ ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി തുടങ്ങിയുള്ള ആളുകളൊക്കെ ആയിരിക്കും. എന്നാൽ അത് 15 കൊല്ലമോ 20 കൊല്ലമോ അല്ലെങ്കിൽ അതിൽ താഴെയോ ആയിരിക്കും. എന്നാൽ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി തങ്ങൾ അന്നും ഇന്നും വിളിക്കപ്പെടുന്നു. നൂറ്റാണ്ടുകളായി മഹാനവറുകളുടെ പേര് സുൽത്താനുൽ ഹിന്ദ്, ഇന്ത്യയുടെ ചക്രവർത്തി എന്നാണ്. കോടാനുകോടി ജനങ്ങൾ മാറാതെ മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുന്നു സുൽത്താനുൽ ഹിന്ദ് എന്ന്. അതേ സുൽത്താനുൽ ഹിന്ദിനെയാണ് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്നത്. ആ ഖാജാ മുഈനുദ്ദീൻ തങ്ങളുടെ മാതൃകയേറിയ ജീവിതമാണ് പ്രിയമുള്ളവരെ ഇന്ത്യയിൽ ഇസ്ലാമിന്റെ വെളിച്ചം ഒരുപാട് ആളുകളിലേക്ക്, ഇന്ത്യ എന്നല്ല പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അവിഭക്ത ഇന്ത്യയിലെ കോടാനുകോടി ആളുകൾക്ക് വെളിച്ചം നൽകിയ ജീവിതത്തിന്റെ ഉടമയാണ് ഖാജാ മുഈനുദ്ദീൻ. വർത്തമാനകാല ഇന്ത്യയിലെ ഒരുപാട് മുസ്ലിമീങ്ങൾ ഭീഷണികളുടെ നടുവിലാണ്, രാഷ്ട്രീയ പ്രതിസന്ധികളുടെ മുമ്പിലാണ്. അവിടെ അങ്ങനെ, ഇവിടെ ഇങ്ങനെ, അവിടെ ഭീഷണികൾ, ഇവിടെ ഭീഷണികൾ എന്ന് വിളിച്ചു പറയുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്കെല്ലാവരോടും പറയാനുള്ള കാര്യം, നമുക്ക് ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് അല്ല, ഇന്ത്യ മഹാരാജ്യത്തിന് സമാധാനം വേണമോ? ഖാജാ മുഈനുദ്ദീനിലേക്ക് മടങ്ങണം. അതെങ്ങനെ മടങ്ങണം? മുസ്ലിങ്ങളായ ആളുകൾ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങണം. ഇവിടെയുള്ള ഇതര മതസമുദായാംഗങ്ങൾ ഖാജാ മുഈനുദ്ദീൻ തങ്ങൾ കാണിച്ച ഒരു മാനവികതയിലേക്ക് വരണം. ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവൂല. ഖാജാ മുഈനുദ്ദീൻ തങ്ങളുടെ ജീവിതം എന്താണ്? അല്ലാഹുവിലേക്ക് അടുക്കുന്ന ആത്മീയ വഴിയിലെ ആത്മീയ ഗുരുവാണ്. അത്തഖറുബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് സാമീപ്യം കാത്തു നിൽക്കുന്ന മഹാൻ. നമ്മളെല്ലാവരും ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ പ്രതിസന്ധികളെ കുറിച്ച് പറയും. ഗ്യാനവാപി പള്ളിയെക്കുറിച്ച് പറയും, സമ്പലിലെ പള്ളിയെക്കുറിച്ച് പറയും, പൊളിച്ചു മാറ്റപ്പെട്ട ബാബരി മസ്ജിദിനെ കുറിച്ച് പറയും. എന്നാൽ പ്രിയമുള്ളവരെ, ബാബരി മസ്ജിദ് നഷ്ടപ്പെട്ടു പോയതിന് പിന്നിൽ മുസ്ലിം സമുദായത്തിന്റെ ആത്മീയ വിചാരങ്ങൾക്ക് പങ്കുണ്ട്. നമ്മുടെ ആരാധനാലയങ്ങളുടെ അടിവേരുകൾ അന്വേഷിച്ചു വരുന്ന രാജ്യവിരുദ്ധ ശക്തികളുടെ വിചാരങ്ങളുടെ പിന്നിൽ ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ ആത്മീയമായ വിചാരങ്ങളുടെ ചില പങ്കുകളുണ്ട്. എന്താണ് എന്ന് ചോദിച്ചാൽ, മഹാന്മാരായ മുൻഗാമികൾ ജീവിച്ചതുപോലെ ജീവിക്കാൻ ഇസ്ലാമിനെ ശരിയായി പ്രദർശിപ്പിക്കാനോ ആവിഷ്കരിക്കാനോ നമുക്ക് സാധിക്കുന്നില്ല. ഇസ്ലാമിനെ ആവിഷ്കരിക്കുന്നിടത്ത് നമ്മൾ എവിടെയോ മാറിപ്പോയി. ഞങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഏകദേശം എല്ലാ സംസ്ഥാനങ്ങളിലും പല പ്രാവശ്യം സഞ്ചരിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, എല്ലാവർക്കും ഖാജാ തങ്ങളെ അറിയാം, പക്ഷേ ഖാജാ തങ്ങളുടെ ജീവിതം പകർത്താൻ ഇവിടുത്തെ മുസ്ലിമീങ്ങൾ തയ്യാറാവണില്ല.
ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം എന്താണ്? മനുഷ്യന് നിർബന്ധമായ 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നതിൽ 50% ഉത്തരേന്ത്യൻ മുസ്ലിമീങ്ങൾ പിന്നിലാണ്. 50% എന്ന് ഞാൻ പറയുന്നത്, ചില സ്ഥലത്ത് ചെന്നിട്ട് എത്ര ശതമാനം ആളുകൾ നിസ്കരിക്കുമെന്ന് ചോദിച്ചാൽ 5%, 10% ആളുകളുള്ളൂ. ഞങ്ങൾ ഓരോ നാട്ടിലും പോകുമ്പോൾ ചോദിക്കും, ഇവിടെ എത്ര ശതമാനം ആളുകൾ 5 നേരത്തെ നിസ്കാരം ദായിമാക്കുന്നവരാണ്? ദയനീയമായ മറുപടിയാണ്. യുപിയിൽ നിന്ന്, MP-യിൽ നിന്ന്, മഹാരാഷ്ട്രയിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന്, ഹരിയാനയിൽ നിന്ന്, യുപിയിൽ നിന്ന്, മണിപ്പൂരിൽ നിന്ന്, ത്രിപുരയിൽ നിന്ന്, ബംഗാളിൽ നിന്ന്, ബീഹാറിൽ നിന്ന്, എല്ലാം ആസാമിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ശതമാനം ആളുകൾ 5 നേരത്തെ ആരാധനയിൽ കൃത്യതയുള്ളവരാണ്? അള്ളാഹുവിന്റെ പവിത്രമായ ദീനിന്റെ ചിട്ടകൾ അറിഞ്ഞു ജീവിക്കുന്നവരാണ്. നാമമാത്രമായ മുസ്ലിങ്ങളിലേക്ക് നമ്മൾ വന്നപ്പോൾ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന അവൻ കൽപ്പിച്ച നിർബന്ധ കൽപ്പന 5 നേരത്തെ നിസ്കാരത്തിൽ നമ്മൾ പിന്നിലായപ്പോൾ ഖാജാ തങ്ങളെ സ്വീകരിച്ച ഇന്ത്യയിലെ പൗരാണികരായ ഹൈന്ദവ സഹോദരന്മാരുടെ ചരിത്രം മറന്നുകൊണ്ട് പുതിയ കാലത്തെ രാഷ്ട്രീയ ദുശക്തികൾ ഇസ്ലാമിനെയും മഹാന്മാരുടെ വിശ്രമ കേന്ദ്രങ്ങളെയും അവകാശവാദം ഉന്നയിച്ചു വരുന്നു. അവ നമ്മളുടെ ആറ്റിറ്റ്യൂഡുകൾ മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആലോചിക്കാനുള്ള അവസരം തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഖാജാ തങ്ങൾ ഇവിടെ കാണിച്ചു തന്ന മനോഹരമായ ഒരു ആത്മീയ വഴിയുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പവിത്രമായ അഖീദയിൽ നിന്നുകൊണ്ട്, 4 മദ്ഹബിൽ ഉറച്ചു നിന്നുകൊണ്ട് ശരിയായ കർമ്മ വഴിയിലൂടെയും ആത്മവഴിയിലൂടെയും സഞ്ചരിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മളെ ഒരു ശക്തിക്കും പരാജയപ്പെടുത്താനാവില്ല. നമ്മൾ കേരളീയ മുസ്ലിമീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പണ്ഡിതന്മാരെ നമുക്ക് തന്നു, ഒരുപാട് അനുകൂലമായ സാഹചര്യങ്ങൾ നമുക്ക് നൽകി. എന്നാൽ വർത്തമാനകാല മുസ്ലിം യുവത മതത്തിന്റെയും വിശ്വാസത്തിന്റെയും മതവിജ്ഞാനത്തിന്റെയും മൂല്യങ്ങളിൽ നിന്ന് മാറി പരിഷ്കാരങ്ങളുടെ ലോകത്തേക്ക് മാറുമ്പോൾ നാളെ നമ്മളെയും എന്താണ് സ്വാധീനിക്കുക എന്നറിയാൻ പറ്റില്ല. നമ്മളെയും ആരാണ് അധികരിക്കുക എന്നറിയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് മടങ്ങേണ്ട വഴിയുണ്ട്. ഫഫിറൂ ഇലല്ലാഹ്. എല്ലാ ഔലിയാക്കളും നമ്മളോട് പറഞ്ഞു തരുന്ന ഏറ്റവും മനോഹരമായ അടിസ്ഥാന സന്ദേശം ഫഫിറൂ ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് നിങ്ങൾ ഓടിയടുക്കുവിൻ. ഔലിയാക്കന്മാരുടെ മദ്ഹ് പറഞ്ഞിട്ട് പോയാ പോരാ. ആ ഔലിയാക്കന്മാർ എന്തുകൊണ്ട് മഹത്തുക്കളായി? എന്തുകൊണ്ടാണ് നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ജീവിച്ച ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തി എന്ന ഒരു ഭിക്ഷുവിനെ, ഒരു ഫഖീറിനെ, ഒരു തീർത്ഥാടകനെ, ഒരു സഞ്ചാരിയെ, ഒരു മനുഷ്യനെ നൂറ്റാണ്ടുകൾക്കിപ്പുറത്ത് ഇവിടെയുള്ള വിശ്വാസികൾ വീണ്ടും ഓർക്കുകയും അവരുടെ സ്വന്തം പിതാവിനേക്കാൾ ആദരവോടെ അനുസ്മരിക്കുകയും ചെയ്യുന്നത്? ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ എത്ര ആളുകൾ ഉപ്പാന്റെ ആണ്ട് ഇത്ര വിപുലമായി നടത്തുന്നവരുണ്ടാവും? കുറഞ്ഞ ആളുകളുണ്ടാവും. എന്നാൽ അവരെയെല്ലാം മറന്നുകൊണ്ട് ഈ ഒരു വ്യക്തിയെ നമ്മൾ എന്തുകൊണ്ട് ഓർക്കുന്നു എന്ന് ചോദിച്ചാൽ അതവരുടെ ശാരീരിക ഭംഗിയല്ല, അവരുടെ സാമ്പത്തിക ശേഷിയല്ല, അവരുടെ രാഷ്ട്രീയ ശക്തിയല്ല, അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഈമാനികമായ വെളിച്ചമാണ്. അള്ളാഹുവിലേക്ക് അവർ സമർപ്പിച്ച ജീവിതമാണ്. അതുകൊണ്ട് ഔലിയാക്കളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനാണ് നമ്മൾ തയ്യാറാകേണ്ടത്. ഒന്നാമത്തെ ആശയം എന്താണ്? ഫഫിറൂ ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഖൽബ് വേണം. അള്ളാഹുവിനെ മഹത്വപ്പെടുത്തണം.
ആരെങ്കിലും അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധന ചെയ്ത് അവനെ പ്രീതിപ്പെടുത്താനുള്ള വഴിയിൽ സഞ്ചരിച്ചാൽ മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ, ആരെങ്കിലും അള്ളാഹുവിനെ വേണ്ട പോലെ ഭയന്നാൽ അവരെ ഈ ലോകത്തുള്ള എല്ലാ ശക്തികളും ഭയക്കും. അത് ചെറിയ കാര്യമല്ല, അത് ചെറിയ കാര്യമല്ല. ഔലിയാക്കളെ റിജാലുല്ലാ എന്ന് പറയും. കാരണം അവരെ കാണുമ്പോൾ അള്ളാഹുവിനെ ഓർമ്മ വരും, അവരെ കേൾക്കുമ്പോൾ അള്ളാഹുവിനെ ഓർമ്മ വരും, അവരെ പറയുമ്പോൾ അള്ളാഹുവിനെ ഓർമ്മ വരും, അവരുടെ അനുസ്മരണങ്ങളിൽ അള്ളാഹുവിനെ പറയപ്പെടും. അങ്ങനെ റിജാലുല്ലാ, അള്ളാഹുവിന്റെ ആളുകൾ എന്ന് പറയാനുള്ള കാരണം അതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ ഇടയിൽ ജീവിച്ച മഹാനരായ താജുശ്ശരിയ, അള്ളാഹു അവിടുത്തെ പാരത്രിക പദവികൾ ഉയർത്തിക്കൊടുക്കട്ടെ. ആ ഓർമ്മ നമ്മുടെ ഹൃദയത്തിലേക്ക് പകർന്നു തരുന്ന ഒരു ചിത്രം എന്താണ്? അറിവിന്റെ ചിത്രം, വിനയത്തിന്റെ ചിത്രം, മഹബ്ബത്തിന്റെ ചിത്രം, തെളിഞ്ഞ ഹൃദയത്തിന്റെ മനുഷ്യരൂപം. ഇങ്ങനെ എത്ര മനോഹരമായ വിലാസങ്ങളാണ് ഒരു മനുഷ്യൻ ഒരു ജീവിതം കൊണ്ട് പരലക്ഷങ്ങളുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തിയിട്ട് വിശ്രമിക്കാൻ പോയത്. ഒരു ജീവിതം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തിയിട്ട് പോയ ചിത്രം. ധവള വസ്ത്രത്തെക്കാൾ ധാവള്യമുള്ള ഒരു ഹൃദയം ആ മഹാശരീരത്തിൽ ഉണ്ടായിരുന്നു എന്ന്. എല്ലാവരെയും സ്വീകരിക്കാൻ പറ്റുന്ന വിശാലമായ ഒരു സ്വഭാവ മഹിമ ആ ജീവിതത്തിൽ പാലിച്ചിരുന്നു എന്ന്. അള്ളാഹുവിന്റെ മതത്തിന്റെ നിയമങ്ങളെ ആധികാരികമായി പകർന്നു കൊടുക്കാനുള്ള ഒരു അറിവിന്റെ സ്രോതസ്സായിരുന്നു എന്ന്. ആരോടും പകയില്ലാത്ത ഒരു തെളിഞ്ഞ ജീവിതമായിരുന്നു എന്ന്. ഇതുപോലെയുള്ള വലിയ മനുഷ്യരാണ് ഇന്നലകളിൽ ജീവിച്ചു പോയത്. ഖാജാ തങ്ങൾ അടയാളപ്പെടുത്തിയത് പരകോടികളുടെ ഹൃദയത്തിലാണ്. ഒരു ജീവിതം കൊണ്ട് കോടിക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തിയത് ഞാനിവിടെ നിങ്ങൾക്ക് നൽകിയത് മുഴുവനും അത് മദീനയിൽ നിന്ന് കിട്ടിയ സന്തോഷങ്ങളാണ്, സമ്മാനങ്ങളാണ്. പറയാതെ പറഞ്ഞുപോയ മഹാനാണ് ഖാജാ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹു. ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ അടിസ്ഥാനം എന്താ? മഹബ്ബത്താണ്, തവസ്സുലാണ്, ഇസ്തിഗാസയാണ്, തബറുക്കാണ്, ത്വരീഖത്താണ്, മുരീദാണ്, ബൈഅത്താണ്, സുലൂക്കാണ്. ഇതെല്ലാമുള്ള ആളാണല്ലോ ഖാജാ മുഈനുദ്ദീൻ തങ്ങൾ. ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ അടിസ്ഥാനം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, കേരളം പോലെ ദക്ഷിണേന്ത്യയിലെ ചില്ലറ സ്ഥലങ്ങളിൽ മഹാന്മാരായ സ്വഹാബികൾ നേരിട്ട് വന്ന് ഇസ്ലാമിന്റെ വെളിച്ചം കിട്ടിയിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന പ്രദേശങ്ങളിലും ഇസ്ലാമിന്റെ വെളിച്ചം എത്തിയത് ഖാജാ മുഈനുദ്ദീൻ തങ്ങളിലൂടെയാണ്. ഇന്ത്യയിൽ ഒട്ടുമിക്ക സ്വഹാബത്തിന്റെയും പേരക്കുട്ടികളുണ്ട്. ഇന്ത്യയിൽ സിദ്ദീഖുകളുണ്ട്. കവരത്തി ലക്ഷദ്വീപ് സമൂഹങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആന്ത്രോത്ത് ദ്വീപിലെ ഉബൈദുല്ലാഹി തങ്ങൾ സിദ്ദീഖിയാണ്, അഥവാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയാണ്. പഞ്ചാബിലെ സർഹിന്ദിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുജദ്ദിദുൽ അൽഫിസ്ഥാനി സയ്യിദു സർഹിന്ദി അൽ ഫാറൂഖി റളിയല്ലാഹു അൻഹു ഫാറൂഖിയാണ്. എന്ന് പറഞ്ഞാൽ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ പേരക്കുട്ടിയാണ്. ഇതുപോലെ നിരവധി സ്വഹാബികളുടെ പൗത്രന്മാർ ഇന്ത്യയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് അവരുടെ മക്കളോ മക്കളുടെ മക്കളോ തലമുറകളായി ഇവിടെ വന്നു ചേർന്നപ്പോഴാണ്. ലോക ഗുരുവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരമക്കളായ ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമാ, അവരുടെ മക്കളല്ലേ അഹ്ലുബൈത്തായ ഹസനികളും ഹുസൈനികളും. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സാദാത്തുക്കളുടെ സാന്നിധ്യമുണ്ട്.
അവരെല്ലാം ഇന്നലെ ഇവിടെ വന്ന് എങ്ങനെ ജീവിച്ചുവോ ആ ജീവിതത്തിൽ നിന്നാണ് ഇവിടെ ഇസ്ലാമിന്റെ വെളിച്ചമുണ്ടായത്. അതുകൊണ്ട് ആധുനിക ലോകത്തെ ഇസ്ലാമിന്റെ പ്രബോധനം എങ്ങനെയാണ്, അതിജീവനം എങ്ങനെയാണ്? യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ, ഓ ഈമാനുള്ളവരെ, നിങ്ങൾ ഈമാനിൽ നിതാന്ത ജാഗ്രതയുള്ളവരാവണം. നിങ്ങൾ ഈമാൻ പറഞ്ഞാൽ പോരാ, അജ്മീറിലേക്ക് ട്രിപ്പ് പോയാൽ പോരാ, അജ്മീറിലേക്ക് സിയാറത്ത് യാത്ര നടത്തിയാൽ പോരാ. ഇന്ന് നമ്മുടെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ഔലിയാക്കളെ ഉപയോഗിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്, അല്ല നമ്മുടെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. ബദരീങ്ങളെ സ്നേഹിക്കുന്നത് നമ്മൾ ചില കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മുടെ സ്നേഹം മുഴുവനും അള്ളാഹുവിന് വേണ്ടിയാവണം. അഥവാ ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തി തങ്ങളെ സ്നേഹിക്കേണ്ടത് ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. ബദരീങ്ങളെ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിന് വേണ്ടിയാണ്. ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കല്യാണം നടത്തിത്തരാനുള്ള ആത്മീയ സാന്നിധ്യങ്ങളല്ല, വിഷമങ്ങൾ മാറ്റിത്തരാനുള്ള ആത്മീയ സാന്നിധ്യങ്ങളല്ല. ബദരീങ്ങളെ സ്നേഹിക്കേണ്ടത് എനിക്കൊരു വിപത്ത് വന്നപ്പോൾ സഹായിച്ചവരെന്ന നിലക്കല്ല, എനിക്കൊരു രോഗം വന്നപ്പോൾ തവസ്സുൽ ചെയ്ത് മാറിക്കിട്ടി അതിന് കാരണമായവരെന്നല്ല. ഖാജാ തങ്ങളെ നമ്മൾ സ്നേഹിക്കേണ്ടത് മക്കളില്ലാഞ്ഞപ്പോൾ അജ്മീറിലേക്ക് നേർച്ചയാക്കിയതിനാൽ എനിക്ക് സന്താനങ്ങളെ കിട്ടി എന്ന കാരണത്താലല്ല. അതെല്ലാം അവരുടെ കറാമത്തുകളാണ്, അത് ലഭ്യമാകുന്നതാണ്. പക്ഷേ സ്നേഹിക്കേണ്ടത് അതിൻ്റെ പേരിലല്ല. അതാണ് നമ്മുടെ മാറ്റം, അതാണ് നമ്മളിൽ വന്നുപോയ വകഭേദം. ഞാൻ ബദരീങ്ങളെ സ്നേഹിക്കുന്നു, എന്തിനാണ്? ലില്ലാഹ്, അല്ലാഹുവിന്റെ റിജാൽ എന്ന നിലയിൽ ഞാൻ സ്നേഹിക്കുന്നു. ഞാൻ അല്ലാഹുവിന്റെ ആളുകൾ എന്ന നിലയ്ക്ക് ലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല, ന്യൂനപക്ഷമായിരുന്ന മുസ്ലിം സമുദായത്തിന് അല്ലാഹു തആല പ്രതാപം നൽകിയത് ബദരീങ്ങളിലൂടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി ഞാൻ ബദരീങ്ങളെ സ്നേഹിക്കുന്നു. അവരെ തവസ്സുൽ ചെയ്യാം, അത് രണ്ടാമത്തെ കാര്യം. എന്റെ മകളുടെ കല്യാണം നടന്നാലും ഇല്ലെങ്കിലും, എന്റെ ആവശ്യങ്ങൾ അവരുടെ തവസ്സുൽ ചെയ്തപ്പോൾ കിട്ടിയാലും ഇല്ലെങ്കിലും, ഒരിക്കൽ പോലും ഞാൻ ഒരു ആവശ്യത്തിന് വേണ്ടി അവരെ തവസ്സുൽ ചെയ്താലും ഇല്ലെങ്കിലും ഞാൻ ബദരീങ്ങളെ ഇഷ്ടപ്പെടുന്നു. ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി. അതാണ് ശരിയായ സ്നേഹം. ബാക്കി അനുബന്ധമായ കാര്യങ്ങളാണ്. അതുപോലെ ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തി തങ്ങളെ നമ്മൾ സ്നേഹിക്കേണ്ടത് വലിയുല്ലാഹ്, അള്ളാഹുവിനെ ഇഷ്ടം വെച്ച ആശിഖേ ഇലാഹിയാണ്. അള്ളാഹുവിനെ ഹാദാ ഹബീബുല്ലാഹി മാത ഫീ ഹുബ്ബില്ലാഹ്, ഇത് അള്ളാഹുവിന്റെ ഹബീബാണ്, ആ മഹബത്തിൽ വഫാത്തായി പോയ മഹാനാണ്. ഞാൻ ഖാജാ തങ്ങളെ സ്നേഹിക്കുന്നത് അതെന്റെ എല്ലാമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മാനമാണ്. അത്വാഉ റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മാനമാണ്. ഈ നിലയ്ക്ക് നമ്മൾ മഹാന്മാരെ സ്നേഹിക്കണം. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ നമ്മൾ സ്നേഹിക്കുന്നു. കാരണം എന്താണ്? ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിന്റെ ദീനിന്റെ ആലിമാണ്. അലമും മിൻ അലാമി ദീനില്ലാഹ്, അള്ളാഹുവിന്റെ ദീനിന്റെ വർത്തമാനകാല വിലാസങ്ങളിലെ ഒരു വിലാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ വർത്തമാനകാലത്തെ ഒരു ഇത്തിബാഉ സുന്നത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ട് ഞാൻ താജു ശരീഅയെ സ്നേഹിക്കുന്നു. അതാണ് ശരിയായ സ്നേഹം. ആ സ്നേഹം ഇന്ന് കുറഞ്ഞു പോയപ്പോൾ
അജ്മീറിലേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ പോകുന്നുണ്ട്, മില്യൺ കണക്കിന് ആളുകൾ പോകുന്നുണ്ട്. എനിക്ക് ഖാജാ തങ്ങളുടെ ആത്മീയ വെളിച്ചം കിട്ടിയിട്ട് ആ ആത്മീയ വഴിയിൽ നിലകൊള്ളണം എന്ന് ആഗ്രഹിച്ചു പോകുന്ന എത്ര ആളുകളുണ്ട് അവിടെ? എന്താപ്പോ അജ്മീർക്കൊരു യാത്ര? എൻ്റെ മോന് അസുഖം വന്നപ്പോൾ ഒരു നേർച്ച ഉണ്ടായിരുന്നു, പോവാണ്. നല്ല കാര്യമാണ്. കച്ചവടം ഒന്നുകൊണ്ട് ശരിയാവണില്ല, ഒന്ന് പോയി സിയാറത്ത് ചെയ്ത് ദ്വാരക്കാന്ന് വിചാരിച്ചു. നല്ല കാര്യമാണ്. വീടിന്റെ പണി തുടങ്ങിയിട്ട് ഇതുവരെ പൂർത്തിയായില്ല, ഒന്ന് പോയി തവസ്സുൽ ചെയ്ത് ദുആ ചെയ്യാനാണ്. നല്ല കാര്യമാണ്, കുഴപ്പമൊന്നുമില്ല. എന്നാൽ അജ്മീറിലേക്ക് നമുക്ക് പോകണം, മദീനയിലേക്ക് നമുക്ക് പോകണം, ഔലിയാക്കളുടെ സന്നിധിയിലേക്ക് നമുക്ക് പോകണം. എന്തിനാണ്? അള്ളാഹുവിന്റെ വലിയനെ സന്ദർശിക്കാൻ പോകുന്നു എന്ന ഒരൊറ്റ കാര്യം പ്രധാന ലക്ഷ്യമായി വെച്ചുകൊണ്ട്. അതാണ് ഏറ്റവും വലിയ സിയാറ. ഞാൻ അള്ളാഹുവിന്റെ വലിയനെ ഇഷ്ടപ്പെടുന്നു, ആ വലിയുല്ലാഹിയെ ഒന്ന് സന്ദർശിക്കാൻ മഹാനവറുകൾ അള്ളാഹുവിന്റെ വലിയ എന്ന നിലക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിലേക്ക് പോകുന്നു. അതേ, എല്ലാമായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ച് അവിടുത്തെ സന്നിധാനത്തിൽ ഒന്ന് ചെല്ലാൻ വേണ്ടിയാണ്. എൻ്റെ കാര്യസാധ്യങ്ങളൊന്നുമല്ല എൻ്റെ പ്രധാന അജണ്ട. യുഹിബ്ബു റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എനിക്കിഷ്ടമാണ്, മദീന എനിക്കിഷ്ടമാണ്. പോയാൽ മതി തീരാത്ത, ചെന്നാൽ കൊതി തീരാത്ത, നിന്നാൽ മതി വരാത്ത ഏറ്റവും വലിയ ആസ്ഥാനമാണ് മദീനത്തു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിഷ്കളങ്കമായ മഹബ്ബത്തിന്റെ ആളുകളാവണം നമ്മൾ. ഇന്ന് ഔലിയാക്കളെയും സ്വാലിഹീങ്ങളെയും നമ്മുടെ താല്പര്യങ്ങളിലേക്ക് ചുരുക്കി, നമ്മുടെ ആവശ്യങ്ങളിലേക്ക് ചുരുക്കി, നമ്മുടെ അജണ്ടകളിലേക്ക് ചുരുക്കി. ഞാൻ എന്തിനാണ് അജ്മീറിൽ വന്നത്? അള്ളാഹുവിന്റെ വലിയവറുകളെ ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ അതിനു വേണ്ടി വന്നതാണ്. മാഷാ അല്ലാഹ്, അവർക്ക് ഏറ്റവും വലിയ സന്തോഷം അതായിരിക്കും. ഞാൻ ആ ആത്മീയ വഴിയിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നു, അതിനാണ് ഞാൻ ഇവിടെ വന്നത്. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾക്ക് ഇഷ്ടമുള്ള സിയാറത്ത് അതായിരിക്കും. ലത്തീഫിയയുടെ അങ്കണത്തിൽ ഈ ഒരു ഉറൂസ് നടത്തുന്നത് അടിസ്ഥാനപരമായി അള്ളാഹുവിന്റെ വലിയനെ സ്നേഹിച്ച് ബഹുമാനിച്ചുകൊണ്ടാണ്. അവിടുത്തെ ഓർമ്മയുടെ കാലം വന്നപ്പോൾ ജനങ്ങളോട് അള്ളാഹുവിന്റെ വലിയനെ പരിചയപ്പെടുത്തുക, അവിടുത്തോടുള്ള മഹബ്ബത്തിനെ ഇൽഹാർ ചെയ്യുക വലിയ കാര്യമാണ്. നമ്മൾ അങ്ങനെ ഒരു താല്പര്യത്തിലേക്ക് വരണം. ബാക്കിയുള്ളതെല്ലാം നമുക്കാകാം, അനുവദിക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ബദരീങ്ങളാരാണ്? അവരുടെ സ്വന്തം മക്കളുടെ കാര്യം ആലോചിക്കാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിയവരാണ്. അവരെ നമ്മൾ സ്നേഹിക്കേണ്ടത് മക്കളുടെ കാര്യത്തിന് വേണ്ടിയല്ല. ലില്ലാഹി ജാഹദ ബിൽ അബ്ദാനി വൽ മാലി വലാ യമീലു ഇലാ അർബാബി അംവാലി. അവരാരും ഈ ഭൗതികമായ താല്പര്യങ്ങളുടെ പിന്നിൽ പോയവരല്ല. ഖാജാത്തങ്ങളായത് പ്രധാനപ്പെട്ട 2 അജണ്ടകളിലാണ്. അത് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അതേതാണെന്നറിയുമോ? ഒന്ന് മഹബ്ബത്തുല്ലാഹ്, അല്ലാഹുവിനോടുള്ള മഹബ്ബത്താണ്. അതുകൊണ്ടാണ് ഹാദാ ഹബീബുല്ലാഹ് മാത ഫീ ഹുബ്ബില്ലാഹ്, അവിടുത്തെ അന്ത്യവിശ്രമസ്ഥാനത്ത് ശിരസിനോട് ചേർന്ന് എഴുതി വെച്ചിട്ടുള്ളത് അതാണ്. ഹാദാ ഹബീബുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ ഇഷ്ടക്കാരനാണ്. മാത ഫീ ഹുബ്ബില്ലാഹ്, ആ മഹബ്ബത്തിൽ മരിച്ചതാണ്. ഷാബുലാഖി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് മുറാദാബാദിനടുത്ത്. അവിടെ ഒരു വലിയ മഹാൻ ജീവിച്ചിരുന്നു.
അവിടെ ആയിരക്കണക്കിന് ആളുകൾ വന്ന് സിയാറത്ത് ചെയ്യുന്ന മസാറാണ്. താരീഖെ മുറാദാബാദിൽ അവിടുത്തെ ചരിത്രമുണ്ട്. ഷാഹ് ബുലാഖി എന്നാണ് ആ സ്ഥലത്തെക്കുറിച്ച് പറയാ. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ഞാൻ മരണപ്പെട്ടാൽ എന്റെ മുഖം നിങ്ങൾ കറുപ്പിക്കണം, ഒരു കറുത്ത തുണി കൊണ്ട് മൂടണം. അങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞു. മഹാനവറുകൾ മരണപ്പെട്ടപ്പോൾ പ്രസന്നമായ മുഖം എന്തു ചെയ്യണമെന്നറിയില്ല. അപ്പോഴാണ് ഒരാൾ കഅബയുടെ ഖില്ലയുടെ കഷ്ണവും കൊണ്ട് പ്രത്യക്ഷപ്പെടുന്നു. ഇത് മുഖത്ത് വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ അങ്ങാടിയിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കണമെന്ന് പറഞ്ഞില്ലേ? ഉടമസ്ഥനിലേക്ക് സ്നേഹം കൊണ്ട് ഓടിയിട്ട് എത്തിച്ചേരാതെ മരിച്ചുപോയ ആളാണെന്ന് വിളിച്ചു പറയാൻ. അതിന്റെ അർത്ഥം ഹാദാ ഹബീബുല്ലാഹ് മാത ഫീ ഹുബ്ബില്ലാഹ്, അല്ലാഹുവിന്റെ പ്രണയത്തിൽ മരണപ്പെട്ടു പോയ ആളാണ്. അത് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഈ ജനാസ കൊണ്ടുവന്ന് മറമാടേണ്ടത്. ഇതുപോലെയാണ് ഔലിയാക്കൾ. ഓ മുഅ്മിനീങ്ങളെ, നമ്മൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാകണമെങ്കിൽ അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ലൗ കുന്തു മുത്തഖിദൻ ഖലീലാ ലത്തഖൽതു അബാ ബക്കറിൻ ഖലീലാ. ഞാൻ ഈ ലോകത്തൊരു വലിയ മുഹിബ്ബിനെ, ഒരു ഖലീലിനെ തെരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ അത് സിദ്ദീഖുൽ അക്ബറിനെ തെരഞ്ഞെടുക്കുമായിരുന്നു. പക്ഷേ എന്റെ ഏറ്റവും വലിയ ഖുല്ലത്ത് നൽകാൻ സിദ്ദീഖുൽ അക്ബറിനെ അങ്ങേയറ്റം എനിക്ക് സ്നേഹിക്കാൻ കഴിയാത്തത് സാഹിബുക്കും ഖലീലുള്ളാഹ്, എന്റെ ഏറ്റവും വലിയ ഇഷ്ടം അള്ളാഹുവിനെ നൽകിപ്പോയി, അള്ളാഹുവിനെ ഇഷ്ടം വെച്ചുപോയി. അള്ളാഹുവിനെ ഇഷ്ടം വെക്കുക, ഇതാണ് ഔലിയാക്കൾ പറഞ്ഞ ഏറ്റവും വലിയ പ്രമേയം. നമ്മൾ നമ്മുടെ മാതാപിതാക്കളെക്കാൾ, നമ്മുടെ എല്ലാവരെക്കാളും നമ്മളെ ഏറ്റവും കൂടുതൽ കരുണ ചെയ്ത് പരിപാലിക്കുന്ന അള്ളാഹുവിനെ ഇഷ്ടം വെക്കണം. നമ്മളെല്ലാ കാര്യത്തിലും അള്ളാഹുവിൻ്റെ പ്രീതി ഏതാണെന്ന് നോക്കണം. അല്ലാതെ എൻ്റെ പ്രീതി ഏതാണ്, എൻ്റെ മക്കളുടെ ഇഷ്ടമേതാണ്, അതിനല്ല നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതാരാണ്? അല്ലാഹ്. എൻ്റെ പ്രിയമുള്ള മുത്തഅല്ലിമുകളെ, ഹിഫ്ളിന് പഠിക്കുന്ന മക്കളെ, നിങ്ങളോട് അള്ളാഹുവിന് ഇഷ്ടമുണ്ട് മക്കളെ. ആ ഇഷ്ടം നമ്മൾ തിരിച്ചറിയണം. അതെങ്ങനെയാണ് തിരിച്ചറിയേണ്ടത്? ആ ഇഷ്ടത്തിന് നിങ്ങൾ നന്ദി ചെയ്യണം. ആ നന്ദി ചെയ്യുമ്പോൾ അല്ലാഹു തആല നിങ്ങൾക്ക് ഒരുപാട് മഹത്വം നൽകും. നിങ്ങളോട് അള്ളാഹുവിന് ഇഷ്ടമുണ്ടേ, നിങ്ങൾക്ക് അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങളോട് അള്ളാഹുവിന് ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് കുട്ടികളിൽ നിന്ന്, കോടിക്കണക്കിന് കുട്ടികളിൽ നിന്ന് കളിച്ചും ചിരിച്ചും കറങ്ങിയും തിരിഞ്ഞും നടക്കുന്ന ഒരുപാട് മക്കൾ ഈ നാട്ടിലുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് നിങ്ങളെ ഖുർആൻ പഠിക്കാൻ അള്ളാഹു അവസരം നൽകിയത് അള്ളാഹുവിന് നിങ്ങളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അള്ളാഹുവിന് നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. ആ സ്നേഹത്തിന് നിങ്ങൾ നന്ദി ചെയ്യണം. അതെങ്ങനെയാ നന്ദി ചെയ്യുക? ആ അനുഗ്രഹത്തിനോട് നിങ്ങൾ ശുക്ർ ചെയ്യേണ്ടത് നല്ല മുത്തഅല്ലിമീങ്ങളായി, നല്ല ഹാഫിളീങ്ങളായി മാറുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടം വർദ്ധിക്കും. അള്ളാഹുവിന് ഇഷ്ടം വർദ്ധിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഇരിക്കുന്ന മക്കൾ 5ഉം 10ഉം അതിൽ മേലെയും വയസ്സുള്ള ഈ മക്കളുടെ പ്രായമുള്ള ആയിരക്കണക്കിന് മക്കൾ ഈ പരിസര നാടുകളിൽ താരിഖുസ്സലാത്തുകളായി നിസ്കാരം പോലും ഓർക്കാതെ കളിച്ചും ചിരിച്ചും അവർ കിടന്നുറങ്ങുകയാണ്. ഈ മക്കൾ ഇന്ന് എല്ലാ വഖത്തും ജമാഅത്തായി നിസ്കരിച്ചോ എന്ന് നോക്കാൻ ഇവിടെ ആളുണ്ട്. അവർ വെളുപ്പിനെ എഴുന്നേറ്റ് ഖുർആൻ ഓതുന്നു, പരമാവധി സമയം വുളൂഇൽ കഴിയുന്നു.
അള്ളാഹുവിന്റെ കലാം കേട്ടുകൊണ്ടിരിക്കുന്നു, അള്ളാഹുവിന്റെ കലാം ചൊല്ലിപ്പഠിക്കുന്നു. അപ്പൊ ആ കളിച്ചും ചിരിച്ചും നടക്കുന്ന മക്കളെക്കാൾ നിങ്ങളോട് അള്ളാഹുവിന് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നിങ്ങളെ ഈ കുഞ്ഞു പ്രായത്തിൽ ഇവിടെ എത്തിച്ചത്. അപ്പൊ ആ അള്ളാഹുവിനോട് നമ്മൾ നന്ദി വേണം. അതെങ്ങനെയാ? നല്ല ഹാഫിള് മോനായി മാറുക, നല്ലതുപോലെ മെനക്കെട്ട് പഠിക്കുക, ഉസ്താദുമാര് പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അള്ളാഹ്ക്ക് സന്തോഷയാ, മാഷാ അള്ളാ ഈ മോൻ നല്ല മോനാണല്ലോ, അള്ളാഹു തആല പിന്നെയും ബർക്കത്ത് ചെയ്തു തരും. അപ്പൊ അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടമാണ്. ആ ഇഷ്ടമായത് കൊണ്ടാണ് നമുക്കിങ്ങനെ അവസരം നൽകിയത്. ആ ഇഷ്ടത്തിന് നന്ദി ചെയ്താൽ ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾക്ക് ഇനിയും അള്ളാഹു ഒരുപാട് മഹത്വം തരും. വലഇൻ കഫർതും, ഇങ്ങനെ ഒരു ഭാഗ്യം തന്നിട്ട് ഇടക്കാലത്ത് 5 ജുസ് കഴിഞ്ഞിട്ട് ഇട്ടേച്ചു പോയി, 10 ജുസ് കഴിഞ്ഞപ്പോൾ നിർത്തിയിട്ട് പോയി, ഉസ്താദുമാര് പറഞ്ഞത് കേട്ടില്ല. അങ്ങനെ ആകുമ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം നഷ്ടപ്പെട്ടു പോകും, അള്ളാഹുവിൻ്റെ പ്രീതി ഇല്ലാതെയായി പോകും. അപ്പൊ അള്ളാഹു തആല നമുക്ക് തന്ന ഈ ഭാഗ്യത്തിന് നന്ദി ചെയ്യണം. അങ്ങനെ നന്ദി ചെയ്താൽ അള്ളാഹു തആല ഒരുപാട് അവസരം തരും. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഖൽബിൽ മഹബത്ത് വേണം. അതാണ് മഹാനായ ഒരു സൂഫി വര്യന്റെ വീട്ടിലേക്ക് പുതിയ ഒരു വേലക്കാരിയെ വാങ്ങിക്കൊണ്ടുവന്നു, ഒരടിമയെ വാങ്ങിക്കൊണ്ടുവന്നു. മുതലാളിയായ സൂഫി ഗുരു രാത്രി ആലോചിക്കുകയാണ്, എൻ്റെ അടിമ എന്ത് ചെയ്യുകയാണ്? എൻ്റെ അടിമ എന്തായിരിക്കും? പുതിയ ആളാണല്ലോ, പുതിയ സെർവൻ്റ് ആണല്ലോ, ഒന്ന് പോയി നോക്കുക. പോയപ്പോൾ ആ സെർവൻ്റ് സുജൂദിൽ കിടക്കുകയാണ്. സുജൂദിൽ കിടന്നുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, അല്ലാ നിനക്കെന്നോടുള്ള ഇഷ്ടം കൊണ്ട് നീ എന്നെ നരകത്തിൽ നിന്ന് കാക്കണം റബ്ബേ, നിനക്കെന്നോടുള്ള ഇഷ്ടം കൊണ്ട് നീ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ റബ്ബേ. നിസ്കാരമെല്ലാം കഴിഞ്ഞപ്പോൾ മുതലാളിയായ സൂഫി ഗുരു ചോദിക്കുകയാണ്, എന്തായിരുന്നു നിങ്ങൾ ദുആ ചെയ്തത്? അല്ലാഹുവേ, നിനക്കെന്നോടുള്ള ഇഷ്ടം കൊണ്ട് നീ എന്നെ നരകത്തിൽ നിന്ന് കാക്കണേന്ന്. അല്ലാഹുവിന് നിന്നോട് ഇഷ്ടമുണ്ടെന്നോ? അതേ ഉണ്ട്. അതെങ്ങനെ മനസ്സിലായി? ഈ നാട്ടിലെല്ലാവരും ഉറങ്ങിയപ്പോൾ നിസ്കരിക്കാനുള്ള മനസ്സ് അവനാണ് എനിക്ക് നൽകിയത്. ഈ നാട്ടിലെല്ലാവരും വിശ്രമിച്ചപ്പോൾ സുജൂദിൽ കിടക്കാനുള്ള മനസ്സ് എനിക്ക് തന്നത് അവനാണ്. അപ്പോഴെനിക്ക് മനസ്സിലായി എന്നോട് അള്ളാഹുവിന് ഇഷ്ടമുണ്ടെന്ന്. ആ അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, അള്ളാഹു തആല തന്ന അനുഗ്രഹങ്ങളല്ലാതെ ഒരു അനുഗ്രഹവും നമുക്കില്ല. നമ്മൾ ഒരുപാട് പ്രാരാബ്ദങ്ങളുടെ നടുവിൽ ജീവിക്കുമ്പോഴും അള്ളാഹു തആല തന്ന കോടാനുകോടി അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി ചെയ്യുമ്പോൾ അള്ളാഹുവിനെ നിർവ്യാജമായി മഹബത്ത് വെക്കണം. അതാണ് 2 സ്വഹാബിമാര് കണ്ടുമുട്ടിയപ്പോൾ ഒരു സ്വഹാബി പറയുകയാണ്, നാളെ സ്വർഗത്തിലെ അങ്ങാടിയിൽ വെച്ചു കാണാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഉടനെ അടുത്ത സ്വഹാബിയുടെ പ്രതികരണമാണ്, അഫിൽ ജന്നത്തി സൂഖുൻ, സ്വർഗത്തിൽ അങ്ങാടിയുണ്ടോ? അതേ, ഫിൽ ജന്നത്തി സൂഖുൻ ലാ ബൈഅ ഫീഹി വലാ ശിറാ. ഇമാം നസായി ഉദ്ധരിക്കുന്ന, അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതേ, സ്വർഗത്തിൽ അങ്ങാടിയുണ്ട്, അതിൽ കച്ചവടമില്ല, അതിൽ വാങ്ങലില്ല, കൊടുക്കലില്ല. പിന്നെ എന്താണ് അവിടെയുള്ളത്? അവിടെ എന്താണുള്ളത്? അള്ളാഹുവിനെ സ്നേഹിച്ച ആളുകൾ എല്ലാ ആഴ്ചയിലും സ്വർഗത്തിലെ അങ്ങാടിയിലേക്ക് വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പോഴുണ്ടായിരുന്നതിനേക്കാൾ വലിയ സൗന്ദര്യവും ശോഭയും പ്രകാശവും അവർക്ക് നൽകും. അവരവിടെ സ്വർണത്തിന്റെയും കസ്തൂരിയുടെയും കുന്നുകളിൽ വന്നിരുന്നു കൊണ്ട് വിശ്രമിക്കും. എന്നിട്ട് അവരുടെ അരമനയിലേക്ക് മടങ്ങിച്ചെല്ലുമ്പോൾ അവരുടെ ഇണകൾ അവിടെ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ സൗന്ദര്യത്തിൽ അവിടെ ഉണ്ടാകും.
അള്ളാഹു അവനെ ഇഷ്ടം വെക്കുന്നവർക്ക് നാളെ പരലോകത്ത് കൊടുക്കുന്ന സമ്മാനമാണ് സ്വർഗത്തിലെ അങ്ങാടിയിൽ വന്ന് പ്രകാശം വർദ്ധിപ്പിച്ചു പോകാനുള്ള അവസരം. സ്വർഗത്തിലെ മാർക്കറ്റിലേക്ക് ഓരോ ആഴ്ചയും ഇറങ്ങി വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശോഭയും അവരുടെ പ്രകാശവും വർദ്ധിപ്പിച്ചു കൊടുക്കും. ആ ഒരു ലോകത്താണ് മഹാന്മാര് കണ്ണുവെച്ചത്. അള്ളാഹുവിനെ ഇഷ്ടം വെച്ച ആളുകൾ നാളെ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ സ്വർഗം അവർക്ക് മതിയാവൂല. പ്രിയമുള്ളവരെ, ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നാളെ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ അള്ളാഹുവിനെ ഇഷ്ടം വെച്ച ആളുകൾക്ക് സ്വർഗം മതിയാവൂല. സ്വർഗം മതിയാവൂല. നമ്മളോ സ്വർഗത്തിനു വേണ്ടി നിസ്കരിക്കുന്നവരാണ്. അള്ളാഹുവിനെ ഇഷ്ടം വെക്കുന്ന ആളുകൾ സ്വർഗത്തിന് വേണ്ടിയല്ല ഇബാദത്ത് ചെയ്യണത്, അവർ അള്ളാഹുവിന് വേണ്ടിയാണ്. നമ്മൾ ഒരാളെ കാണാൻ വേണ്ടി വീട്ടിൽ പോയി, വീടെത്ര വലുതായാലും വീട്ടുകാരനില്ലെങ്കിൽ വിരുന്നിനെന്ത് രസം. വീടെത്ര വലിയ കൊട്ടാരമായാലും വീട്ടുകാരൻ അവിടെ ഇല്ല. പ്രധാനമന്ത്രി ഇല്ലാത്ത പ്രധാനമന്ത്രി ഭവനത്തിന് എന്ത് പ്രാധാന്യം? പ്രസിഡന്റ് ഇല്ലാത്ത പ്രസിഡൻഷ്യൽ പാലസിന് എന്താണ് പ്രാധാന്യമുള്ളത്? ഇല്ലല്ലോ. അതെത്ര വലിയ പരകോടികളുടെ കെട്ടിടമായാലും അവിടെയുള്ള ആളില്ലെങ്കിൽ പിന്നെ എന്താണ്? അതുകൊണ്ട് കൊട്ടാരം കാണാൻ വന്നവർ കൊട്ടാരം കണ്ട് ഫോട്ടോ എടുത്ത് തിരിച്ചു പോകും. ഇന്ന് മദീനത്ത് പോകുന്ന, മക്കത്ത് പോകുന്ന ചില ആളുകൾ അങ്ങനെയാണോ എന്ന് ആലോചിച്ചു പോവുകയാണ്. മക്കത്ത് പോയതെന്തിനാണ്? കഅബ കാണാനാണ്. കഅബ കണ്ടില്ലേ? കണ്ടു. സെൽഫി എടുത്തില്ലേ? എടുത്തു. മടങ്ങി വന്നില്ലേ? വന്നു. എന്നാൽ മക്കത്തെന്തിനായിരുന്നു പോകേണ്ടിയിരുന്നത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്. നീ നാട്ടിൽ നിന്ന് പോയപ്പോൾ പറഞ്ഞത് അള്ളാനെ കാണാൻ പോകുന്നു എന്നാണ്. പക്ഷേ കഅബ കണ്ടിട്ടിങ്ങ് പോന്നില്ലേ? അള്ളാനെ കണ്ടോ മോനെ? അള്ളാനെ കാണാതെ കഅബയിൽ പോയിട്ട് വരുന്ന ആളുകൾ ഉള്ള കാലം. മദീനത്ത് പോയി. മദീനത്ത് നമ്മൾ എന്തിനാണ് പോയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനാണ് പോയത്. കണ്ടതെന്താണ്? മനോഹരമായ പച്ചക്കുബ്ബയാണ്. ഫോട്ടോ എടുത്തില്ലേ? എടുത്തു. മസ്ജിദ് നബവിയിലെ നീങ്ങുന്ന കുബ്ബ നീങ്ങിയപ്പോൾ സെൽഫി എടുത്തില്ലേ? എടുത്തു. കുട വിരിഞ്ഞപ്പോൾ ഫോട്ടോ എടുത്തില്ലേ? എടുത്തു. അവിടെ എടുക്കാവുന്ന ഫോട്ടോ ഒക്കെ എടുത്ത് ഗ്രൂപ്പുകളിൽ തള്ളിയില്ലേ? തള്ളി. തിരിച്ചു പോന്നു. ആ പാലസ് കാണാൻ, ആ പള്ളി കാണാൻ മാത്രമല്ലല്ലോ നമ്മൾ പോയത്. ആ പള്ളിക്കൊരു വിലാസമുണ്ട്. മസ്ജിദു റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടോ? നമ്മുടെയൊക്കെ ഉംറയും ഹജ്ജും കഅബ കണ്ട് സെൽഫി എടുത്ത് അവസാനിച്ചു പോവുകയാണോ? നമ്മുടെയൊക്കെ മദീനയിലേക്കുള്ള സിയാറ പള്ളി കണ്ട് ഫോട്ടോ എടുത്ത് തീരുകയാണോ? അതാ മഹാനായ അബൂ യസീദ് അൽ ബസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ശിഷ്യൻ പരിശുദ്ധമായ മക്കയിലേക്ക് ചെല്ലുകയാണ്. രാത്രിയിൽ പോയി തവാഫ് കഴിഞ്ഞിട്ട് മടങ്ങി വരികയാണ്. കൂടെയുണ്ടായിരുന്ന ആളുകൾ കഅബത്തിലേക്ക് നടക്കുകയാണ്. അവര് ചോദിച്ചു, അല്ല കഅബത്തിന്റെ അടുത്ത് തിരക്കുണ്ടോ? ഇദ്ദേഹം മിണ്ടിയില്ല. പിന്നെയും ചോദിച്ചു, കഅബത്തിന്റെ അടുക്കൽ തിരക്കുണ്ടോ? അപ്പോഴും ഇദ്ദേഹം മിണ്ടിയില്ല. പിന്നെയും ചോദിച്ചു, അല്ല കഅബത്തിന്റെ അടുത്ത് തിരക്കുണ്ടോ? നമ്മളും സാധാരണ ചോദിക്കുന്ന കാര്യമാണ്. അവിടെ തിരക്കുണ്ടോ? മത്താഫിൽ ഒഴിവുണ്ടോ? ഹജറുൽ അസ്വദ് ഒന്ന് മുത്താൻ പറ്റുമോ? ഹിജ്ർ ഇസ്മായിലൊന്ന് നിസ്കരിക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്, അവിടെ തിരക്കുണ്ടോന്ന്. അതുപോലെ ചോദിച്ചു. കഅബത്തുനിന്ന് വരുന്ന മഹാനവറുകൾ ഒന്നും മിണ്ടിയില്ല.
ചോദിച്ച ആൾക്ക് ദേഷ്യം പിടിച്ചപ്പോൾ അയാൾ ചോദിച്ചു, അല്ല ചങ്ങാതി, കഅബ എവിടെയുണ്ടോ? അപ്പോൾ വന്നയാള് പറയാണ്, ഞാൻ ശ്രദ്ധിച്ചില്ല, കുന്തു മഅ റബ്ബിൽ കഅബ, ഞാൻ കഅബയുടെ റബ്ബായ അല്ലാഹുവിന്റെ കൂടെയായിരുന്നു. ഞാൻ അല്ലാഹുവിനെ അനുഭവിക്കുകയായിരുന്നു. നാട്ടിൽ നിന്ന് വന്നത് ലബ്ബൈക് യാ കഅബ എന്ന് പറഞ്ഞിട്ടല്ല, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്നെ പ്രതീക്ഷിച്ചു വരികയാണ്, അല്ലാഹുവേ നിന്നെ പ്രതീക്ഷിച്ചു വരികയാണ്. അങ്ങനെ പോയ ആളുകളല്ലേ അല്ലാഹുവിനെ അറിയുകയാണ്, അല്ലാഹുവിനെ അനുഭവിക്കുകയാണ്. കഅബത്തിന്റെ മുന്നിലെത്തുമ്പോൾ സർവാധിപതിയായ അല്ലാഹുവിന്റെ സന്നിധിയിലാണെന്ന് ഫീല് വന്നാൽ എല്ലാം മറന്നുപോയി, എല്ലാം മറന്നുപോയി. അല്ലാഹു ഹാളിരി, അല്ലാഹു നാളിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹുവേ നിന്നെ അറിഞ്ഞുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തവാഫ് ചെയ്യാൻ, നിന്നെ അനുഭവിച്ചുകൊണ്ട് തവാഫ് ചെയ്യാൻ സാധുക്കളായ ഞങ്ങൾക്ക് അവസരം നൽകണം അല്ലാഹ്. കഅബ കണ്ടുകൊണ്ടല്ല, മതാഫിലൂടെ നടന്നുകൊണ്ടല്ല, കേവലം മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിൽ നിന്നിട്ടല്ല, അല്ലാഹുവേ നിന്റെ മുന്നിലാണ്, നിന്റെ വീട്ടിലാണ് എന്ന അറിവോടെ, അവബോധത്തോടെ, ആലോചനയോടെ കഅബയുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ, അതാണ് ഖാജാ തങ്ങൾ അജ്മീറിന്റെ മലമുകളിൽ ഇരുന്നിട്ട് അല്ലാഹ് എന്ന് വിളിച്ചപ്പോൾ ഹാദാ ഹബീബുല്ലാഹ്, നമ്മൾ അല്ലാഹുവിനെ ഇഷ്ടം. മഹദിയായ ഇംറഅത്തു ഫിർഔൻ, ഫറോവയുടെ ഭാര്യ, ക്രൂരമായ പീഡനങ്ങൾക്കിരയായപ്പോ ഉമ്മമാരെ, ഫറോവയുടെ ഭാര്യ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയായപ്പോൾ അല്ലാഹുവിനോട് പറഞ്ഞ ഒരു പ്രാർത്ഥനയുണ്ട്, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന സഅലത്തിൽ ജിവാറ ഖബ്ലദ്ദാർ. ചോദിച്ചതെന്താ? അല്ലാഹുവേ നിന്റെ അടുക്കൽ, അതാണ് പ്രധാനം. അല്ലാഹുവേ നിന്റെ അടുക്കൽ ഒരു വീട് വേണം. എന്റെ പ്രമേയം എന്റെ വീടല്ല, നിന്റെ സ്വർഗമല്ല. റബ്ബി ബിനിലി ഇൻദക, അതുകൊണ്ടാണ് മഹാന്മാർ എഴുതിയത് സഅലത്തിൽ ജിവാറ ഖബ്ലദ്ദാർ, വീടല്ല ചോദിച്ചത്, റബ്ബിനെയാണ്. അല്ലാഹുവേ എനിക്ക് നിന്നെ വേണം, നിന്നെ കിട്ടാൻ നീ വെച്ച വീട് സ്വർഗമാണ്, അതുകൊണ്ട് നിന്റെ വീട് വേണം. എന്റെ പ്രമേയം ആരാണ്? നീയാണ് റബ്ബേ. ഇലാഹി, കഅബാലയത്തിന്റെ നാട്ടിൽ ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിന്റെ മേലെ തീപാറുന്ന പാറക്കഷ്ണങ്ങളെടുത്ത് മാറത്ത് വെച്ചിട്ട് അങ്ങാടി പിള്ളേര് കെട്ടിവലിക്കുമ്പോൾ ബിലാൽ ഇബ്നു റബാഹ് തങ്ങളുടെ ഉള്ളിൽ നിന്ന് വന്ന ശബ്ദം അല്ലാഹു അഹദ്, റബ്ബിലേക്കുള്ള വിസാലാണ്. അല്ലാഹ് ഞാൻ എന്നെ മറന്ന് നിന്നിലേക്ക് വരികയാണ്, എന്നെ മറന്ന് നിന്നിലേക്ക് വരികയാണ് റബ്ബേ. അല്ലാഹ്, അല്ലാഹുവേ നിന്നെയാണ് എനിക്ക് വേണ്ടത്, ഇതൊന്നുമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹുവേ നിന്നെയാണ് അഹദ് എന്ന് വിളിച്ചു പറഞ്ഞത് കേവലം ഒരു മുദ്രാവാക്യമല്ല, ഉള്ളിൽ നിന്ന് വന്ന പ്രതീക്ഷയാണ്, റബ്ബിനോടുള്ള മഹബ്ബത്താണ്. പാതിരാവിന്റെ പഴുതിൽ
പുണ്യപ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വുളൂഇന്റെ വെള്ളം കൊണ്ട് കൊടുത്ത ബഹുമാനപ്പെട്ട റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൽ യാ റബീഅ, ഓ റബീഅ, ചോദിച്ചോ റബീഅ. റബീഅ റളിയല്ലാഹു അൻഹു ചോദിച്ചത് അസ്അലുക്കൽ ജന്ന എന്നല്ല, ഓ നബിയേ എനിക്ക് സ്വർഗം വേണമെന്നല്ല, ഓ നബിയേ എനിക്ക് ഫിർദൗസ് വേണമെന്നല്ല. മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു ചോദിച്ചത് അസ്അലുക മുറാഫഖതക, എനിക്ക് തങ്ങളെ കൂടെ ഇരിക്കണം. സഅലൽ ജിവാറ ഖബലദ്ദാർ, വീടല്ല വലുത്, വീട്ടിലുള്ള നാഥനാണ്. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ എനിക്ക് വേണ്ടത് മുറാഫഖത്താണ്, തങ്ങളുടെ സാമീപ്യമാണ് നബിയേ. അതുകൊണ്ട് തങ്ങളെ ഒക്കത്തിരിക്കാൻ അവസരം വേണം. ഇതാണ് ഔലിയാക്കൾ, അവരുടെ ചിന്ത അല്ലാഹുവിലേക്ക് ചേരാൻ, അവരുടെ ചിന്ത ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേരാൻ. അങ്ങനെ വന്നപ്പോൾ ലോകത്തിന് മുഴുവനും അവരെ വേണ്ടി വന്നു. ഒരു കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ എൻ്റെ പ്രിയമുള്ള ഉമ്മമാരെ, സഹോദരിമാരെ, സ്വർഗമെന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് കണ്ട ഒരാനന്ദവും അല്ല. നമ്മുടെ കുട്ടികൾ വിചാരിച്ചു ബാംഗ്ലൂരിൽ പോയാൽ സ്വർഗം കിട്ടും. അവിടെ പോയിട്ട് പുതിയൊരു ലോകം കണ്ടപ്പോഴേക്ക് അവർ അടിച്ചു പൊളിച്ചു, ന്യൂ ഇയർ കുടിച്ചു മുടിച്ചു. സ്വർഗം അതാന്നാ അവർ മനസ്സിലാക്കിയത്. ക്യാമ്പസിൽ പോയിട്ട് കുമാരന്മാരെ കണ്ടപ്പോൾ അവര് വിചാരിച്ചു ഇതാണ് ആനന്ദത്തിന്റെ ലോകമെന്ന്. കലാലയങ്ങളിലേക്ക്, തെരുവുകളിലേക്ക്, ക്ലബിലേക്ക്, പബ്ബിലേക്ക്, ഹബ്ബിലേക്ക്, സോഷ്യൽ മീഡിയയിലൂടെ കേട്ട കിളിനാദത്തിലേക്ക്, കമ്മ്യൂണിറ്റി ചാനലിലേക്ക്, അല്ലെങ്കിൽ ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ സംവേദനം നടത്തിയ ശബ്ദങ്ങളിലേക്ക്, ചീറ്റിങ്ങുകളിലേക്ക്, ചാറ്റിങ്ങുകളിലേക്ക് ചെന്നപ്പോൾ ഇതാണ് ലോകമെന്ന് വിചാരിച്ചു. അല്ല അല്ല, ഒരു ലോകമുണ്ട്, സ്വർഗം. ആ സ്വർഗത്തിന്റെ ആനന്ദം എത്രയെന്നറിയുമോ? ഈ ലോകത്ത് പറയാനേ പറ്റില്ല. സ്വർഗത്തിൽ നിന്നൊരിറ്റു പാനീയം കിട്ടിയാൽ പിന്നെ ഈ ലോകത്ത് ദാഹമുണ്ടാവില്ല. ഈ ലോകത്ത് പിന്നെ ദാഹിക്കൂല. അതല്ലേ ഉമ്മു ഐമൻ ബറക്കത്തുൽ ഹബശിയ റളിയല്ലാഹു അൻഹയ്ക്ക് ഈ ലോകത്ത് വെച്ച് കിട്ടി, വാനലോകത്ത് നിന്ന് കിട്ടി. പിന്നെ മഹദിക്ക് ദാഹമുണ്ടായിട്ടില്ല. നല്ല ചുട്ടുപൊള്ളുന്ന പകലിൽ അതിവേഗം കഅബയെ തവാഫ് ചെയ്ത് നോക്കി, ദാഹമുണ്ടാകുമോന്ന്. ഉണ്ടായിട്ടില്ല. അതുപോലെ ഇമാം സുബ്കി തങ്ങൾ തബഖാത്തു ശാഫിയ്യത്തുൽ കുബ്രയിൽ ഒരു മഹദിയെ പരിചയപ്പെടുത്തിയില്ലേ? സ്വർഗത്തിലെ റൊട്ടിയിൽ നിന്നൊരു പീസ് റൊട്ടി കിട്ടിയിട്ട് പിന്നെ അവർക്ക് ഈ ലോകത്ത് വിശപ്പുണ്ടായിട്ടില്ല. ഒരു മഹാൻ തബഖാത്തു ശാഫിയ്യത്തുൽ കുബ്രയിൽ ശാഫിഈ ഫഖഹാഇന്റെ അടുക്കൽ വന്ന ഒരു ചോദ്യമുണ്ട്. ഒരു സ്ത്രീ പറഞ്ഞു, എനിക്ക് ദാഹം ഇല്ല, എനിക്ക് വിശപ്പും ഇല്ല, ഞാൻ ടോയ്ലറ്റ് ചെയ്യാറില്ല, ഞാൻ യൂറിനൽ പോകാറില്ല, എനിക്ക് വുളൂ മുറിയുന്ന അവസ്ഥയില്ല, എനിക്ക് ഓരോ നിസ്കാരത്തിനും വുളൂ പുതുക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. ആ ചോദ്യം വന്നപ്പോൾ മഹാന്മാരായ ഫഖഹാ പഠിച്ചു, ഇതെന്തൊരു ചോദ്യമാണ്, വളരെ വേറിട്ട ചോദ്യമാണല്ലോ.
ഇവർക്കെന്താണ് ഉണ്ടായത്? വിശദാംശം അന്വേഷിച്ചു. എന്റെ ഭർത്താവ് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടു, എനിക്ക് മക്കളെ പോറ്റാൻ വിശപ്പടക്കാൻ വകയില്ല, ആളുകളുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ വന്നു. ഉടനെ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹ്, എൻ്റെ ഭർത്താവ് നിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടിട്ട് ഞാൻ നിന്റെ അടിമകളോട് ഇങ്ങനെ കൈനീട്ടേ? അത് പറ്റൂല. അതുകൊണ്ട് നീ തന്നെ എനിക്ക് പരിഹാരം തരണം. അങ്ങനെ അവർ ഒന്നുറങ്ങിയപ്പോൾ ഭർത്താവ് അള്ളാഹുവിന്റെ ലോകത്തിരുന്നുകൊണ്ട് റൊട്ടി കഴിക്കുകയാണ്, ഭക്ഷണം കഴിക്കുകയാണ്, സ്വർഗീയ ഭക്ഷണം. ഫലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. ഒരു കഷ്ണം റൊട്ടി ഭാര്യയ്ക്ക് കൊടുത്തു, ഭാര്യ കഴിച്ചു. പിന്നീടാണ് എനിക്ക് ദാഹവും വിശപ്പുമില്ലാത്തത്. ഈ ക്ലാസ് സമീപകാലത്ത് വഫാത്തായി പോയ സൗദി അറേബ്യയിലെ അൽ അഹ്സയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അഹ്മദ് ദൗഗാൻ തങ്ങൾ ദർസ് എടുത്തു. തബഖാത്തു ശാഫിയ്യത്തുൽ കുബ്ര അവിടെ ദർസ് ഉണ്ടായിരുന്നു ഒരു ജീവിതകാലത്ത്. എല്ലാ വള്ളിയും ഒരു ദർസ് നടത്തിയിട്ടുണ്ട്. അവർ ദർസ് നടത്തിയപ്പോൾ ഈ സംഭവം വന്നപ്പോൾ പല വിശ്വാസക്കാരുമുണ്ട്. ഓ, ഇങ്ങനൊക്കെ കറാമത്തുണ്ടാകാൻ പറ്റുമോ എന്നുള്ള സംശയമായി. അപ്പോൾ ആ ദർസിൽ പങ്കെടുത്ത ഒരു മുത്തഅല്ലിമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയ ശാഫിഈ പണ്ഡിതനായ അബ്ദുൽ ഇലാഹ് അൽ അർഫജ് തവ്വലല്ലാഹു ഉംറഹു മഅ സിഹ്ഹത്തി വൽ ആഫിയ. ബഹുമാനപ്പെട്ടവർ ഈ വിഷയം പഠിക്കാൻ തീരുമാനിച്ച ഒരു കിതാബ് എഴുതി, തംബീഹുൽ അൽബാബ് ഫീ കറാമാത്തി ത്വആമി വശ്ശറാബ് എന്ന ഗ്രന്ഥം എഴുതി. എനിക്ക് ആ ഗ്രന്ഥം മുസന്നിഫ് തന്നെ ഒരിക്കൽ തന്നു. അതിൽ ഈ ഹദീസുകളെല്ലാം കൊണ്ടുവന്നു. ഹിജറ പോകുന്ന വഴിയിൽ വെള്ളം കിട്ടാതെ വലഞ്ഞപ്പോൾ മഹദിയായ സ്വഹാബി വനിതയ്ക്ക് വാനലോകത്തുനിന്ന് വെള്ളം കിട്ടിയതും പിന്നീട് ദാഹിക്കാതിരുന്നതും എല്ലാ ഹദീസുകളും വെച്ചിട്ട് ഈ കറാമത്തിന്റെ നിവേദനം തബഖാത്തിൽ പറഞ്ഞതിനെ സ്ഥിരപ്പെടുത്തി ഗ്രന്ഥമെഴുതി. അപ്പോൾ അങ്ങനെയാണ്. ഞാൻ വിഷയം മാറിപ്പോണില്ല. ഉമ്മമാരെ, സ്വർഗലോകമെന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന ഏതെങ്കിലും ആനന്ദമല്ല. എൻ്റെ പ്രിയമുള്ള പെങ്ങളെ, എൻ്റെ സഹോദരിമാരെ, കൂട്ടുകാരെ, യുവാക്കളെ, ഇന്ന് നമ്മൾ കാണുന്ന ആനന്ദത്തിൻ്റെ ലോകമൊന്നും ആനന്ദമല്ല. ഇതെല്ലാം നാളെ തീരുന്ന രസങ്ങളാണ്. മുറിയാത്ത രസങ്ങളുടെ ലോകമാണ് സ്വർഗം. സ്വഹീഹായ ഹദീസിൽ കാണാം, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഈ ലോകത്തെ ഏറ്റവും അടിച്ചു പൊളിച്ച് ജീവിച്ചയാൾ, അതിന്റെ മേലെ ഒരാളില്ല, അതിന്റെ മേലെ ഒരാളില്ല. അത്രയും അടിച്ചു പൊളിച്ച് ജീവിച്ച ഒരാൾ, അയാളെ അല്ലാഹു തആല പരലോകത്ത് ഹാജരാക്കും. എന്നിട്ട് നരകത്തിൽ ഒരു സെക്കൻഡ് ഒന്ന് മുക്കിങ് മാറ്റി വെക്കും. എന്നിട്ട് ചോദിക്കും, നീ ലോകത്ത് വല്ല സുഖവും സന്തോഷവും അനുഭവിച്ചിട്ടുണ്ടോ? അയാൾ പറയില്ല, ഞാനൊരു സുഖവും അനുഭവിച്ചിട്ടില്ല. ഈ ലോകത്തെ എല്ലാ ആനന്ദങ്ങളെയും മറപ്പിച്ചു കളയാൻ നരകത്തിലെ ഒരു സെക്കൻഡ് മതി. നരകത്തിലെ ഒരു സെക്കൻഡ് അനുഭവിച്ചാൽ നഊദു ബില്ലാഹ് ഈ ലോകത്തെ എല്ലാ ആനന്ദവും മറന്നുപോകും. അറിയുമോ? എല്ലാം മറന്നുപോകും, എല്ലാം മറന്നുപോകും. ഒരു തീ പടരുമ്പോഴേക്ക് മറന്നുപോകുന്നില്ലേ? ഒരു കോവിഡ് വരുമ്പോഴേക്ക് മറന്നുപോയില്ലേ? ഒരു വൈറസ് വരുമ്പോഴേക്ക് മറന്നുപോയില്ലേ? ഒരു വൈറസ് വന്നപ്പോഴേക്ക് ഭർത്താവിനെ വേണ്ട, ഭാര്യയെ വേണ്ട, മക്കളെ വേണ്ട, വാപ്പാനെ വേണ്ട, ഉമ്മാനെ വേണ്ട, എല്ലാവരെയും മാറ്റിവെച്ചില്ലേ? ചെറിയൊരു കാര്യമുണ്ടായാൽ മതി, നാളെ നരകമെന്ന് പറയുന്ന നഊദു ബില്ലാഹ് അതിന്റെ ഒരു സെക്കൻഡിലെ ശിക്ഷ വന്നാൽ ഈ ലോകത്തെ മുഴുവൻ ആനന്ദവും മറന്നുപോയി. ഈ ലോകത്തെ ഏറ്റവും പ്രാരാബ്ധത്തിൽ ജീവിച്ചയാൾ, ഏറ്റവും കഷ്ടപ്പെട്ട, ഏറ്റവും ഫഖീറായ ഒരു മുഅ്മിനായ മനുഷ്യൻ പരലോകത്ത് വരും.
സ്വർഗത്തിൽ 1 സെക്കൻഡ് അള്ളാഹു വന്ന് പ്രവേശിപ്പിക്കും. എന്നിട്ട് പുറത്തേക്ക് എടുത്തിട്ട് ചോദിക്കും, അല്ല വല്ല പ്രയാസങ്ങൾ ഉണ്ടായിരുന്നോ ജീവിതത്തിൽ? ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല. എല്ലാ പ്രയാസവും മറക്കാൻ സ്വർഗത്തിന്റെ 1 നിമിഷം മതി. എല്ലാ ആനന്ദങ്ങളും മറക്കാൻ നരകത്തിന്റെ 1 നിമിഷം മതി. നഊദു ബില്ലാഹ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ലോകത്തെ ആനന്ദങ്ങളിൽ മതിമറന്നു പോകണ്ട. നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി അടിച്ച് പൊളിച്ച് ന്യൂ ഇയറിനൊക്കെ തകർത്ത് തരിപ്പണാക്കി. 2 ദിവസം കഴിഞ്ഞപ്പോൾ കാലിൽ ഒരു ചെറിയ മുഴ കാണുന്നു. ഡോക്ടറുടെ അടുക്കൽ ചെന്നപ്പോൾ പറഞ്ഞു RCCയിൽ പോകണം എന്ന്. കഴിഞ്ഞില്ലേ? ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ തീർന്നില്ലേ നമ്മുടെ ജീവിതത്തിന്റെ ആനന്ദം? എല്ലാം അവസാനിക്കാൻ ഒരു ഡയഗ്നോസ് റിപ്പോർട്ട് വന്നാൽ പോരെ, ഒരു ലാബ് റിപ്പോർട്ട് വന്നാൽ പോരെ. ശരിയായാലും തെറ്റായാലും ഒരു ഡോക്ടറുടെ സ്റ്റേറ്റ്മെന്റ് വരുമ്പോഴേക്ക് ജീവിതം മറന്നുപോയില്ലേ? ഇത്രയല്ലേ ഉള്ളൂ ജീവിതം, ഇത്രയുമല്ലേ ഉള്ളൂ ജീവിതം. എന്നാൽ അള്ളാഹുവിനെ ഇഷ്ടം വെക്കുന്ന ആളുകളെ അറിയുമോ? ഞാനത് പറഞ്ഞു നിർത്താൻ ഉദ്ദേശിക്കുകയാണ്. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഏറ്റവും വലിയ ആനന്ദങ്ങളുടെ വീടാണ്. ഹിയ ജന്നത്തുൻ ത്വാബത് വത്വാബ നഈമുഹാ വനഈമുഹാ ബാഖിൻ വലൈസ ബിഫാനി. ഒരിക്കലും തീരാത്ത അനുഗ്രഹങ്ങളുടെ വീടാകുന്ന സ്വർഗം. ആ സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ മുറിയൂല. പക്ഷേ മുഅ്മിനായ മനുഷ്യന് സ്വർഗം കിട്ടിയിട്ട് മതിയായില്ല. അല്ലാഹു എന്ന സ്വർഗത്തിന്റെ അധിപതിയെ വേണം. പാലസ് കണ്ടിട്ട് മതിയായില്ല, രാജാവിനെ വേണം. വീട് കണ്ടിട്ട് മതിയായില്ല, വീട്ടുകാരനെ വേണം. നാട്ടിലെത്തിയിട്ട് മതിയായില്ല. അതെനിക്ക് നല്ല ഫീൽ ചെയ്ത ഒരു അനുഭവമുണ്ട്. ഞാൻ മൊറോക്കോയിലെ റബാത്തിലേക്ക് പോയി. ഒരു വ്യക്തിയെ കാണാൻ വേണ്ടി പോയതാണ്. ആ വ്യക്തിയെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. റബാത്തിലെ സന്ദർശനം എനിക്ക് തീരെ സുഖിച്ചില്ല. കാരണം ഞാൻ അവിടെ പോയത് 6.5 മണിക്കൂർ ഫ്ലൈറ്റ് യാത്ര UAE-യിൽ നിന്ന് നടത്തിയിട്ട് പോയത്. ഒരു വ്യക്തിയെ കാണാൻ വേണ്ടി പോയതാണ്. പക്ഷേ ആ വ്യക്തി എവിടെ ഇല്ലാതെ വന്നപ്പോൾ ആ സന്ദർശനത്തിനൊരു മധുരമില്ല, ആ യാത്രയ്ക്കൊരു രസമില്ല. ഞാൻ ആ നാട് കാണാൻ പോയ ആളല്ല, ആ നാട്ടിൽ ഒരാളെ കാണാൻ പോയതാണ്. കാണാൻ കഴിയാതെ വന്നപ്പോൾ യാത്രയ്ക്കൊരു രസമില്ല. സ്വർഗത്തിലെത്തിയ മുഅ്മിനീങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ ഇഷ്ടം വെച്ച ആളുകൾക്ക് സ്വർഗത്തിലെ ഒരു രസവും മതിയാവുന്നില്ല. സ്വർഗമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, സ്വർഗത്തിലേക്ക് കടക്കുമ്പോഴേക്ക് ഈ ലോകം മുഴുവനും മറന്നുപോകും. അത്ര വലിയ രസമാണ്. ഇരിക്കട്ടെ, അള്ളാഹുവിനെ ഇഷ്ടം വെച്ചവരെ മുഴുവനും വാദി ഫൈഹ എന്ന് പറയുന്ന ഒരു താഴ്വരയിലേക്ക്, സ്വർഗത്തിന്റെ വാലിയിലേക്ക് കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയി പ്രത്യേകമായ ഇരിപ്പിടം നൽകിയിട്ട് അള്ളാഹുവിൽ നിന്നുള്ള അന്വേഷണമാണ്. അല്ല, നിങ്ങൾക്ക് എന്താണ് ഞാൻ തരേണ്ടത്? ഉടനെ സ്വർഗത്തിലെത്തിയ മുഅ്മിനീങ്ങൾ വാദി ഫൈഹയിലെത്തിയവർ പറയും, അല്ലാഹുവേ ഞങ്ങൾക്ക് പുറത്തു തരണം റബ്ബേ. അല്ലാഹുവിൽ നിന്നുള്ള മറുപടി, ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നത് കൊണ്ടല്ലേ നിങ്ങൾ ഇവിടെ എത്തിയത്, ഇനി എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഉടനെ അവിടെയുള്ള മുഅ്മിനീങ്ങളുടെ മറുപടി, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഓശാരം നൽകണേ അല്ലാഹ്. അവിടുന്ന് വിളിച്ചു പറയും, റബ്ബേ
നിന്നെ ഒന്ന് കാണണം അല്ലാ, നിന്നെ ഒന്ന് കാണണം. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. വിക്രഹൽക്ക് കഴിഞ്ഞു പോകുന്ന മലക്കുകളോട് അള്ളാഹു ചോദിക്കും, അവരാരെയാണ് തേടുന്നത്? അള്ളാഹുവേ, എന്നെ അവർ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അള്ളാഹു തആല അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അള്ളാഹുവേ, നിന്നെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ ഫയതജല്ലാ റബ്ബുനാ, അള്ളാഹു തആല അടിമകൾക്ക് അവനെ കാണാൻ പറ്റുന്ന അവസരം നൽകും. ഇന്നകും സതറൗന റബ്ബകും കമാ തറൗനൽ ഖമറ ലൈലത്തൽ ബദ്രി, 14 നിലാവുള്ള രാത്രിയിൽ ചന്ദ്രനെ കാണും പോലെ വ്യക്തമായി അള്ളാഹുവിനെ കാണാം. അവിടെ രൂപങ്ങളില്ല, ഭാവങ്ങളില്ല. അള്ളാഹുവിന് ദേശമില്ല, കാലമില്ല, സൃഷ്ടിപരമായ ഭാവങ്ങളൊന്നും അള്ളാഹുവിനില്ല. അതുകൊണ്ട് എങ്ങനെ എന്ന് പറയാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാർക്ക് കാണാൻ റബ്ബ് അവസരം നൽകുന്നതാണ്. ചില വ്യക്തികൾ അവർ അള്ളാഹുവിനെ കാണുന്നതാണ്. അല്ലാഹ്, നിന്റെ ലിഖാഇന് ഞങ്ങളെ തെരഞ്ഞെടുക്കണം അല്ലാഹ്. രാജാതിരാജനായ റബ്ബേ, നിന്റെ ലിഖാഇനപ്പുറത്ത് കൊതിക്കാൻ ഒരു കാഴ്ചയില്ല, നിന്നെ കാണുന്നതിനപ്പുറം പ്രതീക്ഷിക്കാൻ ഒരു കാഴ്ചയില്ല. നിന്റെ ഇഷ്ടം വെച്ച ഔലിയാക്കളെ പറഞ്ഞ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങൾക്ക് നിന്നെ കാണണം അല്ലാഹ്. ഓ ഹാഫിളീങ്ങളായ മക്കളെ, ഓ മുതഅല്ലിമുകളെ, നന്നായി ഇൽമു പഠിക്കണേ മക്കളെ, ഖുർആൻ മനപ്പാഠമാക്കണേ മക്കളെ. നിങ്ങളെ ഹാഫിളീങ്ങളായിട്ട് നിങ്ങൾ ഇനി ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ഡിഗ്രിയോ PGയോ ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് ആശങ്ക വേണ്ട. അതൊക്കെ ഒരു അലങ്കാരമാണ്. ഇനി അതൊന്നുമില്ലെങ്കിലും ജീവിതകാലം മുഴുവനും നിങ്ങൾ ഖുർആൻ പഠിച്ച് അതിന് ഖിദ്മത്ത് ചെയ്ത് അതിൻ്റെ ഖിറാഅത്തുകൾ പഠിച്ച് നിങ്ങൾ ജീവിച്ചാലും നിങ്ങളാണ് രാജാക്കൾ. കാരണം നിങ്ങളുടെ കൽബിലുള്ളത് ഏതോ ഒരു എഴുത്തുകാരൻ എഴുതി വെച്ചതല്ല, ആരോ പറഞ്ഞ സിദ്ധാന്തമല്ല, ജല്ല ജലാലായ റബ്ബിന്റെ കലാമാണ്. അതിനപ്പുറം മഹത്വമുള്ളത് ഓർക്കാൻ ലോകത്തെന്താണ്? ചൊല്ലാൻ വേറെ എന്താണ്? പാരായണത്തിന് വേറെ എന്താണ്? ഓ രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾ ഒരു ഹാഫിളായി വേറെ ഒരു ഡിഗ്രിയും ആ മകനില്ലെങ്കിലും ആ മോനെ നിങ്ങൾ നന്നായി ഖുർആൻ പഠിപ്പിക്കൂ. കേവലം മനപ്പാഠമാക്കിയത് കൊണ്ട് തീർന്നില്ല. അതിൻ്റെ ആശയമാകുന്ന തഫ്സീർ പഠിക്കട്ടെ, അതിൻ്റെ വ്യത്യസ്ത ഖിറാഅത്തുകൾ പഠിക്കട്ടെ. ലോകത്ത് ഖുർആനിൻ്റെ വിപുലമായ കോഴ്സ് നടക്കുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. ഈജിപ്തിൽ ദാറുൽ ഖുർആൻ 5-6 കൊല്ലത്തെ വിപുലമായ കോഴ്സുകൾ ഖുർആനിൻ്റെ ഉള്ളും പാരായണവും ശൈലികളും ഒക്കെ പഠിപ്പിക്കുന്ന കോളേജുകളുണ്ട്. അവിടെയൊക്കെ വിട്ട് ഖുർആനിൽ എവിടെ നിന്നൊരു ഹർഫ് ചോദിച്ചാലും കിട്ടുന്ന പോലെ ഏതൊരു പേജ് പറഞ്ഞാലും ആയത്ത് പറഞ്ഞാലും സൂറത്ത് പറഞ്ഞാലും കിട്ടുന്ന പോലെ ആ മക്കളെ ഖുർആൻ പഠിപ്പിച്ചോ. അവർക്ക് വേറെ ഒരു യോഗ്യതയുമില്ലെങ്കിലും അവര് സമ്പന്നരല്ലെങ്കിലും ഇവരെക്കാൾ വലിയ നിധി ലോകത്ത് വേറെ കിട്ടാനില്ല. ഭൗതിക വിദ്യാഭ്യാസം ഒരു അലങ്കാരമാണ്. വേണമെങ്കിൽ അത് പഠിക്കാം, പഠിക്കാതിരിക്കാം. പക്ഷേ മകൻ ഒരു ഹാഫിളായി ഖുർആൻ പഠിച്ച് അതിൽ തന്നെ വളർന്നു 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 വന്നാൽ എന്തൊരാനന്ദമാണ്. രാത്രി നിന്ന് നിസ്കരിക്കുന്നത് അള്ളാഹുവിൻ്റെ കലാം പാരായണം ചെയ്തിട്ടാണ്. പകല് പറഞ്ഞു കൊടുക്കുന്നത്
അല്ലാഹുവിന്റെ കലാമിന്റെ സാരമാണ്, റബ്ബിന്റെ വിധിയാണ്, റബ്ബിന്റെ നിയമങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതിനൊരവസരം എൻ്റെ മകനുണ്ടായാൽ എത്ര വലിയ ഭാഗ്യമാണ്. മക്കൾ ആലിമുകളാവട്ടെ, ആമിലീങ്ങളായ ആലിമീങ്ങളാവട്ടെ, ഖുർആനിന്റെ ഖാദിമീങ്ങളാവട്ടെ, അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി ഖുർആൻ പഠിച്ചിട്ട് ഉയരുന്നവരാവട്ടെ, അതിനപ്പുറത്ത് ഒന്നും വരാനില്ല, കിട്ടാനില്ല. പഠിച്ച് നല്ല ആലിമീങ്ങളായാൽ, ഓ മുത്തഅല്ലിമുകളെ, നമ്മൾ മുസ്ലിംമാരായാൽ നമ്മളോട് ജനങ്ങൾ ചോദിക്കും, മോനെ നിസ്കാരത്തിൻ്റെ ഫർള് എത്രയാണ്? അല്ലെങ്കിൽ എൻ്റെ തുണിയിൽ ഇതാ ഒരടയാളം കാണുന്നുണ്ട്, എൻ്റെ നിസ്കാരം ശരിയാകുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ തീരുമാനം എന്താണ് എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ തീരുമാനം പറയാനുള്ള അവകാശം കിട്ടുക, മാഷാ അല്ലാഹ്, അതാണ് ആലിമീങ്ങൾക്ക് അള്ളാഹു കൊടുക്കുന്ന പദവി. അള്ളാഹിൻ്റെ ഭൂമിയിൽ അള്ളാഹിൻ്റെ നിയമം പറയാൻ ഭാഗ്യം കിട്ടുന്നവർ, അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കാൻ അവസരം കിട്ടുന്നവർ. ഈ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ വിധി എന്താണ്? ഞാൻ എൻ്റെ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു, ത്വലാഖാകുമോ? ഞാൻ അവളോട് ഇങ്ങനെ ചെയ്തു, ശരിയാകുമോ? അത് എൻ്റെ ബുദ്ധിയിൽ നിന്ന് പറയാനല്ല, എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയാനല്ല. ഈ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ വിധി എന്താണെന്ന് പറയാനാണ് ഒരു ആലിമിന് അവസരം കിട്ടുന്നത്, ഒരു ഹാഫിളിന് അവസരം കിട്ടുന്നത്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തിച്ചു കൊടുത്ത അതേ ശൈലിയിൽ പാരായണം ചെയ്യാൻ ഭാഗ്യമുള്ളവരാണ്. തജ്വീദ് അനുസരിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാൻ ഭാഗ്യം കിട്ടിയവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ച്, ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ വിശേഷണം പരിശുദ്ധമായ ഖുർആൻ, അനാജീലുഹും ഫീ സുദൂരിഹിം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഖുർആൻ എത്ര വലിയ മുഅ്ജിസത്തുള്ള ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തോളം വലിപ്പമുള്ള വേറെ ഏതെങ്കിലും ഗ്രന്ഥം ഇത്രത്തോളം ആളുകൾ ലോകത്ത് കാണാതെ പഠിക്കുന്നുണ്ടോ? ഇല്ല 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 ഇല്ല. ഖുർആൻ മാത്രം എന്തേ ഇങ്ങനെ കാണാതെ പഠിക്കുന്നത്? അതിന് മാത്രം അല്ലാഹു തആല കൊടുത്ത ഹിഫ്ളാണ്, ബഹുമാനമാണ്. ഇതിങ്ങനെ കാണാതെ പഠിക്കാനുള്ളൊരു തൗഫീഖ് നിങ്ങളുടെ ഹൃദയങ്ങളെ അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു. അള്ളാഹു അങ്ങനെ തന്നെ ആക്കട്ടെ. നമുക്കെല്ലാം പഠിക്കാനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെക്കാനും അള്ളാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനേ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെക്കുന്ന യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ ഞങ്ങളെ പെടുത്തണം അല്ലാഹ്. ഒരു 10 സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. ദുആ ഏറ്റവും വലിയൊരായുധമാണ്, ഒരു പരിചയാണ്, ഒരു കാവലാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ, അദ്ദുആഉ മുഖുൽ ഇബാദ. അല്ലാഹുവിലേക്ക് അടിമ സങ്കടം പറയുന്ന പ്രധാനപ്പെട്ട ആരാധനയാണ് അദ്ദുആഉ വത്തളർറുഉ ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് കൽബ് ചേർത്ത് വെച്ചിട്ട് ചോദിക്കുക. ചോദിക്കും തോറും ഇഷ്ടമുള്ളവനോട് ചോദിക്കുകയാണ്, ചോദിച്ചതിനും അപ്പുറം തരാൻ കഴിവുള്ളവനോട് ചോദിക്കുകയാണ്. എത്ര വലിയ ഔദാര്യമുള്ള മുതലാളിയാണെങ്കിലും പിന്നെയും പിന്നെയും ചോദിക്കുമ്പോൾ ഒരു വെറുപ്പ് വരും. അല്ലാഹുവിനെ അങ്ങനെയല്ല, വലിയ ഇഷ്ടമാണ്. അല്ലാഹുവിനെ കുറിച്ച് ഓ നബിയേ തങ്ങളോട് ചോദിക്കും, ഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്. അല്ലാഹുവിനെ കുറിച്ച് തങ്ങളോട് ചോദിക്കും, അല്ലാഹു തആലനെ കുറിച്ച് ചോദിക്കുമ്പോൾ തങ്ങൾ പറയണം ഫഇന്നീ ഖരീബ്, ഞാൻ ഇവിടെ തന്നെയുണ്ടെന്ന് പറയണേ നബിയേ. എന്ത് നല്ലൊരു വർത്തമാനമാണത്, എന്ത് നല്ലൊരു സൂക്തമാണത്. അല്ലാഹുവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം ഫഇന്നീ ഖരീബ്, ഞാൻ ഇവിടെ തന്നെയുണ്ടെന്ന് പറയണേ. അതല്ലേ ചില ഖാദിമീങ്ങൾ ഉസ്താദുമാർ വിശ്രമിക്കുമ്പോൾ
അല്ലെങ്കിൽ സെർവൻറ്റുകൾ പറയും, എപ്പോൾ വിളിച്ചാലും ഞാൻ ഇവിടെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയണേ എന്ന് പറയും പോലെ അള്ളാഹുവിൻ്റെ ഔദാര്യമല്ലേ. ഫൈന്നീ ഖരീബ്, എത്ര അടുത്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞോ, അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, ജീവനാടിയോളം അടുത്തു തന്നെയുണ്ട് റബ്ബ്, ഒട്ടും അകലയില്ല. വിളിച്ചോ, ചോദിച്ചോ. ലാ യഅബഉ ബിക്കും റബ്ബീ ലൗലാ ദുആഉക്കും, ചോദിക്കുമ്പോൾ അല്ലാഹു നിങ്ങളെ പരിഗണിക്കും. നിങ്ങൾ ചോദിക്കാൻ മടിക്കണ്ട എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് 2-3 കലിമത്തുകളെങ്കിലും നല്ല മനസാന്നിധ്യത്തോടെ റബ്ബിനോട് ചോദിക്കണം, അള്ളാഹുവിനോട് കേണു പറയണം. അള്ളാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ, റബ്ബിനെ അറിയുന്ന ഖൽബ് തരട്ടെ, ഈമാനിന്റെ വെളിച്ചം നിറച്ചു തരട്ടെ. പ്രിയമുള്ളവരെ, സ്വലാത്തു ചൊല്ലി ദുആ ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് പറഞ്ഞു, 4444 രൂപ വെച്ച് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി ഒരു 444 ആളുകളിൽ നിന്ന് സമാഹരിക്കുന്ന പദ്ധതിയുണ്ട്. അല്ലാഹു തആല നമ്മുടെ എല്ലാ പദ്ധതികളും വിജയിപ്പിക്കട്ടെ. നിങ്ങളോട് കൂടുതലൊന്നും പറയണ്ട. അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിനെ പറഞ്ഞ മജ്ലിസിൽ വെച്ചുകൊണ്ട് നമ്മൾ അള്ളാഹിൻ്റെ തൃപ്തിക്ക് വേണ്ടി കൊടുക്കുകയാണ്. ആ നല്ല നീയത്തോടുകൂടി നമ്മൾ പല മുറാദുകളും വെച്ചുകൊണ്ട് പല മജ്ലിസിലും നൽകിയിട്ടുണ്ടാകും. ഇന്ന് ഈ മജ്ലിസിലും നിങ്ങളുടെ ഹലാലായ ഏത് മുറാദും മനസ്സിൽ വെക്കാം. അതിൻ്റെ എല്ലാം മുമ്പിൽ അള്ളാഹുവേ, എനിക്ക് നിൻ്റെ പ്രിയം വേണം, നിൻ്റെ ഇഷ്ടം വേണം, നിൻ്റെ ഇഷ്ടപ്പെട്ട അടിമയായി എന്നെ സ്വീകരിക്കണം എന്ന നല്ല നീയത്തോടുകൂടി അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി സഹായിക്കാം. ഏറ്റവും മുന്നിൽ വെക്കാൻ പറ്റുന്ന കാര്യമാണ്, അള്ളാഹുവേ നിൻ്റെ തൃപ്തി എനിക്ക് വേണം, നീ ഒരടിമയായി എന്നെ ഏറ്റെടുക്കണം, ഇഷ്ടപ്പെട്ട അടിമയായി എന്നെ കബൂൾ ചെയ്യണം എന്ന നല്ല മനസ്സാന്നിധ്യത്തോടുകൂടി അതിലേക്ക് നിങ്ങളൊക്കെ സഹായിക്കണം. അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിനെ അറിഞ്ഞ് സഹായിക്കുന്നവരിൽ, പ്രവർത്തിക്കുന്നവരിൽ, ഇബാദത്ത് ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അങ്ങനെ ഒന്ന് തുടങ്ങാൻ പറ്റുന്ന ഒരാളാരാ? അൽഹംദുലില്ലാഹ്, മുഹമ്മദ് ഇബ്രാഹിം ഹാജിയും നാസർക്കയും രണ്ടാളും ഒരേ സമയത്ത് അള്ളാഹുവെ നീ കബൂലാക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ, നീ ഞങ്ങളുടെയൊക്കെ കൽബ് നിന്നിലേക്ക് നീ തന്നെ അടുപ്പിച്ചു തരണം റഹ്മാനെ. ആരാണ് ഇന്നലെ മരിച്ചു പോയതാരാ? സത്താർ മദീനയുടെ അനുജൻ, നിങ്ങളെ മുത്തപ്പൻ്റെ മകൻ. പേരെന്തായാലും മരണപ്പെട്ടു പോയ ആള് പേര് അബ്ദുസലീം. അള്ളാഹുവെ അദ്ദേഹത്തിൻ്റെ ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണം റഹ്മാനെ, പരലോക ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണം റഹ്മാനെ. അദ്ദേഹത്തിൻ്റെ ഖബർ ജീവിതം ഇന്നലെ തുടങ്ങി, നമുക്കറിയില്ല ആ ഖബറിൽ എന്തെല്ലാമാണ് അള്ളാഹു കൊടുക്കുക. അള്ളാഹുവെ നിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകൾക്ക് നീ കൊടുക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടത് അദ്ദേഹത്തിന് നീ കൊടുക്കണം റഹ്മാനെ. യതീമുകളായ ചെറിയ മക്കളുണ്ട് എന്ന് പറഞ്ഞു, നീ തന്നെ അവർക്ക് കഫാലത്ത് നൽകണം റഹ്മാനെ, നീ തന്നെ ഏറ്റെടുക്കണം റഹ്മാനെ, ഔദാര്യം ചെയ്തു കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവെ നിൻ്റെ വജഹിനെയും നിൻ്റെ പ്രീതിയും പ്രതീക്ഷിച്ചുകൊണ്ട് നൽകുന്ന ഈ സംഭാവനയെ നീ കബൂൽ ചെയ്യണം അല്ലാഹ്. ഇനി ആരാ? ഒരു സ്ത്രീ 4444, മറ്റൊരു സ്ത്രീ 4444. അവർക്ക് ഹലാലായ മുറാദുകളുണ്ട്, ഭർത്താവിൻ്റെ ജോലിയിൽ ബർക്കത്തിനും മക്കൾ നന്നാവാനും. വേറൊരു സഹോദരി ഉദ്ദേശം പൂർത്തിയാവാൻ അള്ളാഹു കബൂൽ ചെയ്തു കൊടുക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ സംഭാവന ഏറ്റവും ഒന്നാമതായി അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടിയാക്കി കൊടുക്കുമാറാകട്ടെ. ഹിഫ്ളിലെ വിദ്യാർത്ഥി അമീൻ്റെ ഉമ്മ 4444. അൽഹംദുലില്ലാഹ്. നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ഒരടിമയായി അള്ളാഹു എന്നെ പരിഗണിക്കണം എന്ന നല്ല നീയത്തോടുകൂടി കൊടുക്കാൻ പറ്റുന്നവരൊക്കെ ഈ മജ്ലിസിൽ നിന്ന് കൊടുക്കുക. നമ്മൾ ആ മഹബത്ത് പറഞ്ഞ മജ്ലിസായതുകൊണ്ടാണ്. ബി ഫാത്തിമ 4444,
മരണപ്പെട്ട ഉപ്പാക്ക് വേണ്ടിയും എനിക്ക് കണ്ണ് കാഴ്ച തിരിച്ചു കിടിപ്പിക്കാനും അള്ളാഹുവെ നീ തന്നെ കാഴ്ച കൊടുക്കണം റഹ്മാനെ. നിൻ്റെ ഔദാര്യം കൊണ്ട് കാഴ്ച നൽകണം റഹ്മാനെ. ആഫിയത്ത് നൽകണം റഹ്മാനെ. എല്ലാ നല്ല ഉദ്ദേശങ്ങളും സഫലമാക്കി കൊടുക്കണം റഹ്മാനെ. ഇനി ഒരു ഉമ്മയും 4 മക്കളും കൂടിയിട്ട് അള്ളാഹുവെ നീ കബൂലാക്കണം അള്ളാഹ്, നീ സ്വീകരിക്കണം അള്ളാഹ്. നിങ്ങളെ പേരെന്താ? നിങ്ങൾ അഞ്ജന? പേരെന്താ? അബ്ദുൽ ഹമീദ്. അള്ളാഹുവെ നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ. അബ്ദുൽ ഹമീദ്, ഹമീദായ അള്ളാഹുവിൻ്റെ അടിമ, അള്ളാഹുവെ നീ കബൂലാക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം അള്ളാഹ്, നിൻ്റെ ഔദാര്യം നീ നൽകണം അള്ളാഹ്. ഇനി ആരുണ്ടോ? ഒരു 4444 നല്ലൊരു നീയത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഉമ്മമാർ സഹോദരിമാരെ ഭാഗത്തൊക്കെ സംഘാടകരുണ്ടാവും. അവരുടെ അടുത്തൊക്കെ സംഭാവന പറഞ്ഞു വിട്ടാൽ ഇൻഷാ അല്ലാഹ് ഇവിടെ നമുക്ക് ദുആ ചെയ്യാം. ഇല്ലെങ്കിൽ നല്ല നീയത്തോടു കൂടി കൊടുക്കുക. അപ്പം തന്നെ അല്ലാഹു തആല അറിയും. അവൻ വേണ്ടത് തരാൻ എല്ലാ അധികാരവും ഉള്ള ഔദാര്യവാനാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നീ സ്വീകരിക്കണം അല്ലാഹ്. അൽഹംദുലില്ലാ. അബ്ദുറഹ്മാൻ ഉസ്താദ്, അള്ളാഹുവെ നീ കബൂലാക്കണം റഹ്മാനെ. ഇപ്പം തന്നെ സംഖ്യ കയ്യിൽ തന്നു. അബ്ദുൽ ഹമീദ് സാഹിബ് കയ്യിൽ തന്നു. അബ്ദുറഹ്മാൻ ഉസ്താദിന് പല നല്ല ഉദ്ദേശങ്ങളും കൂടെയുണ്ട്. അള്ളാഹുവെ കിട്ടാനുള്ള സംഖ്യകളൊക്കെ റാഹത്തായി നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ, നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അർഹമുറാഹിമായ റബ്ബേ നീ കബൂൽ ചെയ്യണം അള്ളാഹ്. ഞങ്ങൾക്ക് കിട്ടാനുള്ള ഹക്കുകളൊക്കെ ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾ കൊടുക്കാനുള്ള ഹക്കുകളൊക്കെ വീടാനുള്ള വഴി ഞങ്ങൾക്ക് എളുപ്പമാക്കണം റഹ്മാനെ. മരണപ്പെട്ടു പോയ ഉപ്പക്കും ഉമ്മക്കും വേണ്ടിയിട്ടൊരു സഹോദരൻ 1 കിൻഡൽ അരിൻ്റെ പൈസ 5000 റുപ്യ നമ്മുടെ പരിപാടിയിലേക്ക് അയച്ചിട്ടുണ്ട്. അള്ളാഹുവെ നീ കബൂലാക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ, നീ കബൂൽ ചെയ്യണം അള്ളാഹ്. അബ്ദുറഹ്മാൻ ഉസ്താദിൻ്റെ ഉപ്പൻ്റെ ആണ്ടാണ് ഈ മാസം 5, ഉമ്മൻ്റെ ആണ്ടാണ് കഴിഞ്ഞ മാസം. എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ, മർഹമത്ത് നൽകണം റഹ്മാനെ, റഫ്ഉ ദറജാത്ത് നൽകണം അല്ലാഹ്. ഇനി ആരെങ്കിലും ഉണ്ടോ അങ്ങനെ സംഭാവന പറയാൻ പറ്റുന്നവർ? ഇൻഷാ അല്ലാഹ്. ഒളയം ജമാഅത്തിൻ്റെ പ്രസിഡൻ്റ് അവറുകൾ നേരത്തെ ഈ പരിപാടിക്ക് 10000 റുപ്യ നൽകിയിട്ടുണ്ട്. അള്ളാഹുവെ നീ കബൂലാക്കണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ, സിഹത്ത് നൽകണം റഹ്മാനെ. ഉസ്താദ് അവറുകളെ ജീവിതകാലത്ത് വളരെ സ്നേഹിച്ച് പരിപാലിച്ച് ഖിദ്മത്ത് ചെയ്തവരാണ് അവരെല്ലാം. അത് വലിയ ഉപകാരപ്പെടുന്ന സുഹബത്തായി ആഖിറത്തിൽ നൽകണം റഹ്മാനെ, കബൂൽ ചെയ്യണം റഹ്മാനെ. മരണപ്പെട്ടുപോയ മുഹമ്മദ് ബപ്പായത്തൊട്ടി അവരുടെ പേരിൽ 4444. അള്ളാഹു നീ കബൂലാക്കണം അള്ളാഹ്, നീ സ്വീകരിക്കണം അള്ളാഹ്. എല്ലാ ബർക്കത്തും നീ ചൊരിഞ്ഞു കൊടുക്കണം അള്ളാഹ്. സഖാഫി ഉസ്താദിൻ്റെ ശിഷ്യൻ റസാഖ് കൊടിയമ്മ 4444. അൽഹംദുലില്ലാ. അള്ളാഹു നീ കബൂലാക്കണം അള്ളാഹ്, സ്വീകരിക്കണം അള്ളാഹ്. എല്ലാ ബർക്കത്തും നീ ചെയ്തു കൊടുക്കണം അള്ളാഹ്. മരിച്ചുപോയ ഭർത്താവിൻ്റെ പേരിലൊരു സഹോദരി 25 kg അരി. അള്ളാഹു നീ കബൂൽ ചെയ്യണം റഹ്മാനെ, സ്വീകരിക്കണം റഹ്മാനെ. ചെറുതും വലുതുമായ എല്ലാ സംഭാവനകളും നീ കബൂൽ ചെയ്യണം അള്ളാഹ്. നമ്മളെല്ലാവരും എഴുന്നേറ്റുന്ന സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹുവിലേക്ക് നമുക്കടുക്കാൻ പറ്റുന്ന നല്ല മജ്ലിസുകൾ, വയലിൻ്റെ മജ്ലിസുകൾ ഓൺലൈനിൽ കേട്ടാലും വയലാവും. പക്ഷേ മജ്ലിസ് അതിൻ്റേതായ ബഹുമാനമുണ്ട്. ഓൺലൈൻ മജ്ലിസുകൾ അധികരിക്കുമ്പോൾ ഓഫ്ലൈൻ മജ്ലിസിൽ ആളുകൾ വരാതെയാകുന്നുണ്ടാവും. ചില സ്ഥലങ്ങളിൽ മജ്ലിസിൻ്റേതായ ബർക്കത്തുണ്ട്. ലാ യഷ്ഖാ ജലീസുഹും. ഈ ഹാഫിളീങ്ങളായ മക്കളുള്ള മജ്ലിസിൽ വന്നിരിക്കാൻ നമുക്ക് കഴിഞ്ഞു. ആ ഇരുത്തത്തിനൊരു പ്രത്യേക ബർക്കത്തുണ്ട്. മുത്തഅല്ലിമീങ്ങൾ, ആലിമീങ്ങൾ, സാദാത്തുക്കൾ, ഹാഫിളീങ്ങൾ അവരൊക്കെയുള്ള മജ്ലിസിൽ ഇരിക്കാൻ കഴിയും. നമുക്കൊരു മജ്ലിസിൽ എത്തിപ്പെടാൻ കഴിയാതെ വരുമ്പോൾ ഉപയോഗിക്കാനുള്ളതാണ് ഈ ഓൺലൈൻ മജ്ലിസൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. അതുകൊണ്ട് ഓൺലൈനിൽ കൊടുക്കുന്നത് കൊണ്ട് തൽക്കാലം വീട്ടിൽ നിന്ന് സുഖമായി കേൾക്കാലോ എന്ന് വിചാരിച്ചിട്ട് മടിയന്മാരായി പോകണ്ട.
എത്തിപ്പെടാൻ പറ്റുന്ന മജ്ലിസിൽ, ഖൈറായ മജ്ലിസിലൊക്കെ എത്തിച്ചേരണം. അവിടെ മലക്കുകളുടെ സാന്നിധ്യമുണ്ടാകും, സ്വാലിഹീങ്ങളുടെ സാന്നിധ്യമുണ്ടാകും. നേരിട്ട് കേൾക്കുമ്പോൾ ആ ഇൽമിനും ആ ആത്മീയമായ ഉപദേശങ്ങൾക്കും പ്രത്യേക ബർക്കത്തുണ്ടാകും. അതുകൊണ്ട് ഓൺലൈനുള്ള കാലാണല്ലോ എന്ന് ചോദിച്ചിട്ട് ആളുകൾ മടിയന്മാരായി പോകണ്ട. അല്ലാഹു തആല നമുക്കൊക്കെ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് അജ്മീറിൽ ജാമിഅ മുഈനിയ എന്ന മഹത്തായ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, 1000-ഓളം വരുന്ന മുഈനികൾ ആ സമ്പ്രദായത്തിൽ പഠിച്ച് സേവനരംഗത്തിറങ്ങിയിട്ടുണ്ട് യുവ പണ്ഡിതന്മാരായി. അജ്മീർ ഷരീഫിൽ ഗഗ്വാനയിൽ നമ്മൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന മഹത്തായ സ്ഥാപനത്തിലേക്ക് ഒരു ഇഷ്ടിക ചാലഞ്ച് പ്രഖ്യാപിച്ചത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും. 7 രൂപയാണ് ഒരു ഇഷ്ടികയ്ക്ക്. 1, 10, 100, 200, 1000 ഒക്കെ അതിൽ പങ്കാളികളായി എല്ലാവരും ഖാജാ തങ്ങളുടെ നാട്ടിൽ അജ്മീർ ഷരീഫിൽ നടക്കുന്ന മഹത്തായ പദ്ധതിക്ക് വേണ്ടി സഹായിക്കാൻ ഓൺലൈനിലൂടെ അതിൻ്റെ പരസ്യങ്ങളിൽ ഡയറക്റ്റ് പേ ചെയ്ത് നിങ്ങൾക്കതിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഓൺലൈൻ സമ്പ്രദായത്തിലൂടെ നിങ്ങളുടെയൊക്കെ മൊബൈലിലെത്തും. കഴിയുന്നവരൊക്കെ അതിൻ്റെ ഭാഗമായി മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അർഹമുർറാഹിമായ റബ്ബ് കബൂൽ ചെയ്യട്ടെ. ഇപ്പം നമ്മൾ ജാമിഅ മുഈനിയക്ക് കീഴിൽ അജ്മീറിൽ വിവിധങ്ങളായ സംരംഭങ്ങളുണ്ട്. ഇപ്പോൾ സർവാറിലും നമ്മൾ മദ്രസ തുടങ്ങിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അഹമ്മദ് ബാവ ശൽവാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളുടെ മകൻ്റെ ആസ്ഥാനയിൽ നമ്മൾ വിദ്യാഭ്യാസ സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തെക്കൻ കേരളത്തിലെ സുന്നി മർക്കസ് ഖാദിസിയ എന്ന മഹത്തായ സ്ഥാപനത്തിൻ്റെ 30-ാം വാർഷിക സനദ്ദാന സമ്മേളനം 2025 ഫെബ്രുവരി 6, 7, 8 തീയതികളിലുണ്ട്. നിങ്ങളെല്ലാവരും വരണം, ക്ഷണിക്കുന്നു. ദുആ ചെയ്യണം, കഴിയുന്ന പിന്തുണകളെല്ലാം നൽകണം. തിരുവനന്തപുരത്ത് നടത്തുന്ന മഖ്ദൂമിയയും ത്വയ്ബ സെൻ്ററും വെസ്റ്റ് ബംഗാളിലുള്ള നമ്മുടെ സ്ഥാപനവും 10ഓളം സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വിവിധ സംരംഭങ്ങളുമുണ്ട്. ഇതിനെല്ലാം കൂടി മാസം ഒരു 10-30 ലക്ഷം റുപ്യയോളം വേണം. നിങ്ങളുടെ എല്ലാവരുടെയും ദുആവും എപ്പോഴുമുള്ള പിന്തുണയും വേണം. അർഹമുർറാഹിമായ റബ്ബ് കബൂൽ ചെയ്യുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയൊക്കെ പേരിൽ, പ്രത്യേകിച്ച് അഹമ്മദ് ഉസ്താദിൻ്റെ മാതാപിതാക്കളുടെ പേരിൽ നമ്മളൊരു ഫാത്തിഹ ഓതി ദുആ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ശൈഖുനാ താജുശ്ശരീഅ ഉസ്താദ് അവർകൾ, ബഹുമാനപ്പെട്ട ഖുർറത്തു സാദാത്ത് അവർകൾ, അല്ലാഹു തആല അവരുടെയൊക്കെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. എല്ലാവരുടെയും പേരിൽ ഫാത്തിഹ ഓതി നമുക്ക് ദുആ ചെയ്യാം. താജുൽ ഫഖഹാ ബേക്കൽ ഉസ്താദ് അവർകൾ, അങ്ങനെ തുടങ്ങി നമ്മുടെ വലിയ ആലിമീങ്ങൾ, താജുൽ ഉലമ, നൂറുൽ ഉലമ, കൻസുൽ ഉലമ തുടങ്ങിയുള്ള നമ്മുടെ എല്ലാ മഹത്തുക്കളും അവരുടെയൊക്കെ പദവി അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. മരിച്ചുപോയ ഉമ്മയുടെ പേരിൽ ഒരു സഹോദരൻ 4444 രൂപ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. താജുശ്ശരീഅ ഉസ്താദ് അവറുകളുടെ വഫാത്തിൻ്റെ വാർഷികം അഥവാ ഉറൂസ്
ഫെബ്രുവരി 20-നാണ് ബുറുദയുടെ വലിയ പരിപാടിയുണ്ട്. എല്ലാവരും പങ്കെടുക്കണം, വിജയിപ്പിക്കണം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയത് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾക്കെല്ലാം നീ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങേയറ്റത്തെ മഹബ്ബത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹ്, നിന്റെ ലിഖാഇനെക്കുറിച്ച് ഞങ്ങൾ ഈ വേദിയിൽ വെച്ച് പറഞ്ഞു. ഞങ്ങൾക്കതൊന്നും പറയാനൊരർഹതയുമുള്ളവരല്ല. നിന്റെ അങ്ങേയറ്റത്തെ ഔദാര്യം കൊതിച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതാണ്. ഞങ്ങൾക്കതിനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. അതിനുള്ള യോഗ്യത നൽകണം അല്ലാഹ്. അതിനുള്ള അർഹത നീ തന്നെ ഔദാര്യം ചെയ്യണം അല്ലാഹ്. നിന്നെ ഇഷ്ടം വെക്കുന്ന യഥാർത്ഥ ഇബാദുർ റഹ്മാനിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളുടെ ഖൽബുകൾ സാഫാക്കി തരണം റഹ്മാനെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചര്യകൾ ജീവിതത്തിൽ പകർത്തുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുജനങ്ങൾ, സ്നേഹജനങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. അവരുടെ ഖബറിടങ്ങൾ നീ സ്വർഗമാക്കണം അല്ലാഹ്. ഈ സ്ഥാപനത്തെ സഹായിച്ചവർ, പിന്തുണച്ചവർ, ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ, സംഘാടകർ, എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. അർഹമുർ-റഹീമായ റബ്ബേ, ഞങ്ങളുടെ കൽബുകൾ നിന്നിലേക്ക് തിരിഞ്ഞ കൽബുകളാക്കണം അല്ലാഹ്. ഒരുപാട് ആളുകൾ നല്ല നല്ല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് സഹായങ്ങൾ നൽകിയവരും സദസ്സിൽ സംബന്ധിച്ചവരുണ്ട്. നീ കബൂലാക്കണേ അല്ലാഹ്. രോഗങ്ങളുള്ളവരുണ്ട്, ശിഫയാക്കണേ അല്ലാഹ്. അർഹമുർ-റഹീമായ റബ്ബേ, കടങ്ങളുള്ളവരുണ്ട്, വീടാനുള്ള വഴി നൽകണേ അല്ലാഹ്. വീടില്ലാത്തവരുണ്ട്, വീട് നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവരുണ്ട്, ജോലി നൽകണേ അല്ലാഹ്. അർഹമുർ-റഹീമായ മലിക്കുൽ മുലൂക്കായ റബ്ബേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എത്രയോ സഹോദരങ്ങൾ, അവരുടെയും ഞങ്ങളുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ സഫലമാക്കണം അല്ലാഹ്. എല്ലാത്തിലും ഉപരി ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഹുസ്നുൽ ഖാത്തിമത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. നിന്റെ സ്വാലിഹീങ്ങളുടെ മരണം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നിന്റെ സ്വാലിഹീങ്ങളുടെ മരണം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ മജ്ലിസിലുള്ള മുതഅല്ലിമുകൾ, ഹാഫിളുകൾ, ഞങ്ങളുടെ മക്കളെയും ഈ മക്കളെയും ഞങ്ങളുടെ സുന്നത്തു ജമാഅത്തിൻ്റെ മുഴുവൻ സ്ഥാപനങ്ങളിലെ മക്കളെയും നീ നല്ല ഉഖറവിയായ ആലിമീങ്ങൾ, ഹാഫിളീങ്ങൾ, മുതഅല്ലിമീങ്ങൾ, മുത്തഖീങ്ങളാക്കണം അല്ലാഹ്. ഞങ്ങളെ നീ കബൂൽ ചെയ്യണം അല്ലാഹ്. ഖിയാമത്ത് നാൾ വരെ ഈ സ്ഥാപനവും ഞങ്ങൾ നടത്തുന്ന സേവനം ചെയ്യുന്ന സ്ഥാപനങ്ങളും നിന്റെ പൊരുത്തത്തിലായി പ്രൗഢിയോടെ നിലനിർത്തി തരണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നീ പിൻവലിക്കല്ലേ അല്ലാഹ്. കാഴ്ച ശക്തി കുറഞ്ഞവരുണ്ട്, വർദ്ധിപ്പിക്കണേ അല്ലാഹ്.
അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തന്ന കഴിവുകൾ നീ പിൻവലിച്ച് പരീക്ഷിക്കല്ലേ അല്ലാ. നീ തന്ന ഔദാര്യങ്ങൾ നീ പിൻവലിച്ച് ഞങ്ങളെ ഖായിബാക്കല്ലേ അല്ലാ. സ്വലാഹിയത്തുള്ള രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും നൽകണേ അല്ലാ. ഞങ്ങളുടെ രഹസ്യം പരസ്യത്തേക്കാൾ തഖ്വയുള്ളതാക്കണേ അല്ലാ. സ്വലാഹിയത്തുള്ളതാക്കണേ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരെ ഒക്കെ നീ സഹായിക്കണേ അല്ലാ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. صلى الله تعالى سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. പ്രിയമുള്ളവരെ, നമ്മുടെ സ്ഥാപനങ്ങളിലേക്കൊക്കെ എന്തെങ്കിലും നൽകാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ പ്രയാസപ്പെടാതെ, നേരത്തെ പറഞ്ഞ പോലെ ഒരു ദിവസം 1 ലക്ഷത്തോളം ചിലവുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഓരോ ലക്ഷം ഇങ്ങനെ ബാധ്യതയാകും. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ദീനീ സംരംഭങ്ങൾക്ക്, നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി സഹായിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് സ്വലാത്തി അല്ലി പോകുമ്പോൾ നൽകിയിട്ട് പോവുക. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ.